ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നിങ്ങൾക്ക് എല്ലാവർക്കും സർവൈവൽ മൂവി അതിനോട് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതുപോലുള്ള സർവൈവൽ മൂവിയുടെ കൂടെ കുറച്ച് ആക്ഷനും ത്രില്ലും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കില്ലേ? കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മരുഭൂമിയിലെ ഒരു എണ്ണപ്പാടത്തിൽ നിന്നും തിരിച്ചു പോകുന്ന കുറച്ചധികം തൊഴിലാളികൾ ഇവർ പോകുന്നത് ഒരു കാർഗോ ഫ്ലൈറ്റിലാണ്. എന്നാൽ ശക്തമായ പൊടിക്കാറ്റിൽപ്പെട്ട് ഇവരുടെ ഫ്ലൈറ്റ് തകർന്ന് താഴെ വീഴാണ്. അതും മരുഭൂമിയുടെ ഒത്ത നടുവിലായിട്ട്. രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയില്ല. എന്നാൽ അവിടെ വെച്ച് അവരൊരു ട്രിക്ക് കണ്ടുപിടിക്കാണ്. അത് പറഞ്ഞു കൊടുത്ത ആളുണ്ടല്ലോ, അയാൾ അടിപൊളിയാണ് കേട്ടോ. ഒരു ഘട്ടത്തിൽ ഇയാളോട് നമുക്ക് ഭയങ്കര ദേഷ്യമൊക്കെ തോന്നും. അവസാനം അയാളെ നമ്മളൊരു ഹീറോ ആയിട്ട് കാണും. എന്തായാലും ഒരു അടിപൊളിയായിട്ടില്ല, ഭയങ്കര രസത്തിൽ കണ്ടിരിക്കാൻ പറ്റിയ ഈ കഥയിലേക്ക് നമുക്ക് നേരെ പോവുകയല്ലേ. അപ്പൊ ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് 2004 പുറത്തിറങ്ങിയ ഫ്ലൈറ്റ് ഓഫ് ദി ഫോണിക്സ് എന്ന മൂവിയുടെ കഥയാണ്. സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഡെസേർട്ടിലെ ഒരു മൈനിങ് കമ്പനി കാണിക്കുകയാണ്. അതായത് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് കൂടിയിട്ട് ഡെസേർട്ടിലെ ഈ ഒരു ഭാഗത്ത് വന്ന് എണ്ണ ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരു ഖനനവും കാര്യങ്ങൾ തുടങ്ങിയിട്ട് കുറച്ചധികം ദിവസമായിട്ടുണ്ട്. ഇന്ന് വരെ ഓയിലിന്റെ ഒരു അംശം പോലും ഇവർക്ക് കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് ഒരുപാട് എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊജക്ട് ഇവിടെ വെച്ച് ഇവര് സ്റ്റോപ്പ് ചെയ്യാണ്. മാത്രമല്ല ഇവരെല്ലാവരെയും ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ഒരു കാർഗോ ഫ്ലൈറ്റ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ ഒരു കാര്യം ഇവരുടെ ബോസ് ഉണ്ടല്ലോ, ടീമിന്റെ ആ ഒരു ബോസ് വന്നിട്ട് ഇവരുടെ ടീം ലീഡർ ആയിട്ടുള്ള ഒരു ലേഡി ഉണ്ട്, കെല്ലിയോട് പറയാണ്. എന്നാൽ കെല്ലി പറയാണ്, ബോസെ കുറച്ച് ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്താൽ നമുക്ക് ഒരു റിസൾട്ട് കിട്ടും. ഇതൊന്നും അറിയാതെ നമ്മളുടെ പണി ഇത്രയും വേസ്റ്റ് ചെയ്തിട്ട് ഇവിടുന്ന് പോകുന്നതിന് തുല്യല്ലേ ബോസ് എന്ന് പറയുമ്പോൾ ബോസ് പറയാണ്, മേലെന്ന് കിട്ടിയ ഓർഡറാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. സോ ഭയങ്കര വിഷമത്തിൽ ഇപ്പൊ കെല്ലി നേരെ ഇവരെ കൊണ്ടുപോകാൻ വന്ന ആ ഒരു ക്യാപ്റ്റൻ ഉണ്ടല്ലോ, ക്യാപ്റ്റൻ ഫ്രാങ്ക്, ഇയാളുടെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുകയാണ്, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് ഒറ്റയടിക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തൂടെ? ഇപ്പൊ ക്യാപ്റ്റൻ ഫ്രാങ്ക് പറയാണ്, മതി മാഡം മതി, കുറെ നാളായിട്ട് നിങ്ങൾ ആ ഒരു കമ്പനിയെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഓയിൽ കിട്ടും അത് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി മതി, എല്ലാം കൂടെ പാക്ക് ചെയ്തോ കയറിക്കോ എന്ന് പറയണം. എന്തായാലും ടീം ഹെഡ് ആയിട്ടുള്ള നമ്മുടെ കെല്ലിക്ക് ഇത് ഭയങ്കരമായിട്ടുള്ള വിഷമാകുന്നുണ്ട്. എന്തായാലും പിന്നീട് എല്ലാവരും ആ ഒരു ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. മാത്രമല്ല ഇവരുടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറെ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതെന്തായാലും ഈ ഒരു കാർഗോയിലേക്ക് ഇവർ ഇപ്പൊ തന്നെ കയറ്റുന്നുണ്ട്. പിന്നെ ഇതൊരു പാസഞ്ചർ ഫ്ലൈറ്റ് ഒന്നും അല്ലല്ലോ, ഒരു കാർഗോ ഫ്ലൈറ്റ് അല്ലേ. സോ കയറിയിട്ട് ബസ്സിൽ സീറ്റ് പിടിക്കുന്ന പോലെ സീറ്റ് പിടിച്ചിരിക്കണം. അപ്പൊ ഈ ഒരു ബോസിന്റെ അടുത്തേക്ക് ഈ കൂട്ടത്തിൽ അലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ വന്നിരിക്കുന്നുണ്ട്. ഈ മുഷിഞ്ഞ ഡ്രസ്സും അതുപോലെ തന്നെ വർക്കറായി നിൽക്കുന്ന ആളല്ലേ, അതിന്റേതായ ഒരു വൃത്തിഹീനതയൊക്കെ ഉണ്ട്. അപ്പൊ ബോസ് പറയാണ്, നീ അങ്ങോട്ടേക്ക് മാറിയിരുന്നേ, എനിക്ക് ഇവിടെ വിശാലമായിട്ടിരിക്കണം. ഓക്കെ എന്ന് പറഞ്ഞിട്ട് അലക്സ് അപ്പുറത്തേക്ക് മാറിയിരിക്കുകയാണ്. എന്തായാലും ഇതിനുശേഷം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവാൻ നിൽക്കുകയാണ്. ഇതേ സമയത്തിന് അങ്ങോട്ടേക്ക് എലിയോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ വരുന്നുണ്ട്. ഇയാൾ ഈ വർക്കേഴ്സിന്റെ ഇടയിൽപ്പെട്ട ആളല്ല, ഒരു ടൂറിസ്റ്റ് ആണ്. ഇത്രയും ദിവസം ഇവരുടെ കൂടെയായിരുന്നു. അപ്പൊ ഇവരെല്ലാവരും ഇവിടുന്ന് പോവില്ല, അതുകൊണ്ട് ഇവരുടെ കൂടെ വന്നോ എന്ന് ഇപ്പോൾ നമ്മുടെ കെല്ലി പറയാണ്. സോ അവസാനം ആ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവാൻ വേണ്ടി പോവാണ്. മാത്രമല്ല നമ്മുടെ ക്യാപ്റ്റൻ ഫ്രാങ്കിന് അസിസ്റ്റന്റ് ആയിട്ട് ഒരു പൈലറ്റ് കൂടെ ഉണ്ട്, ഏജെ എന്നാണ് അവനെ വിളിക്കുക. എന്തായാലും ഫ്ലൈറ്റ് ഇപ്പോൾ ടേക്ക് ഓഫ് ആയിട്ടുണ്ട്. പതിയെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ക്യാപ്റ്റൻ ഫ്രാങ്ക് ഒരു കാര്യം കാണാണ്. അതായത് മരുഭൂമിയിൽ ഏറ്റവും വലിയ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അത് മണൽക്കാറ്റാണ്, പൊടിക്കാറ്റ് എന്നൊക്കെ പറയും. അതുപോലെ എന്തോന്ന് ഇവർ കാണുന്നുണ്ട്. കുറച്ചുകൂടെ മുകളിലേക്ക് പോയപ്പോൾ ക്യാപ്റ്റൻ ഫ്രാങ്കിന് മനസ്സിലായി, ഇനി അധിക നേരം നിന്നിട്ട് കാര്യമില്ല, ഈ ഒരു കാറ്റിനെ മറികടക്കണമെങ്കിൽ കുറച്ചും കൂടെ ഹൈറ്റിലേക്ക് പറന്നിട്ട് ഇതിലൂടെ ക്രോസ് ചെയ്ത് പോകണം. എന്നാൽ ആ ഒരു പരിപാടി ഇപ്പോൾ ഈ ഒരു ഏജയോട് പറയണം, നമുക്കിങ്ങനെ ചെയ്യാം, എന്നാലേ നമുക്ക് സേഫ് ആയിട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ചുകൂടെ ഹൈറ്റിലേക്ക് ഇവർ ഫ്ലൈറ്റിനെ കൊണ്ടുപോകുന്നുണ്ട്. കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോഴല്ലേ ക്യാപ്റ്റൻ ഫ്രാങ്കിന് ഒരു കാര്യം മനസ്സിലായത്, ഈ വരുന്നത് അതൊരു സാധാരണ പൊടിക്കാറ്റല്ല, കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള എക്സ്ട്രീംലി ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പൊടിക്കാറ്റ് തന്നെയാണ്. അത് മുകളിലേക്ക് പോയപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത്, ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെ. എങ്ങനെയൊക്കെയോ ക്യാപ്റ്റൻ ഫ്രാങ്ക് അതിന്റെ മുകളിലൂടെ അങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലൈറ്റിന് വല്ലാത്ത ഷേക്കിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട്. എല്ലാവരും പേടിച്ചുപോയി. ഇപ്പൊ പെട്ടെന്ന് തന്നെ അസിസ്റ്റന്റ് പൈലറ്റ് ആയിട്ടുള്ള ഏജ് നേരെ ബേക്കിലേക്ക് പോയിട്ട് എല്ലാവരോടും പറയാണ്, നിങ്ങൾ ആരും പേടിക്കൊന്നും വേണ്ട, അതൊരു പൊടിക്കാറ്റാണ്, നമുക്ക് അധികം വൈകാതെ ഇത് താണ്ടി മുന്നോട്ടേക്ക് പോകാൻ പറ്റും. പക്ഷേ ഇപ്പൊ ക്യാപ്റ്റൻ ഫ്രാങ്കിനെ നോക്കുകയാണെങ്കിൽ അയാൾ നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ ഒരു ഫ്ലൈറ്റിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട്. ഇതേ സമയം തന്നെ അവസാനം ഇങ്ങോട്ടേക്ക് വന്ന ആ ഒരു ടൂറിസ്റ്റ് ഉണ്ടല്ലോ, എലിയോട്ട്, അവൻ വന്നിട്ട് ഈ ഫ്രാങ്കിനോട് പറയാണ്, അല്ല ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ പറക്കാൻ പറ്റുമോ? അതൊന്നും പോസിബിൾ അല്ല, ഓൾറെഡി ഇതിൽ ഒരുപാട് മിഷനറീസും കാര്യങ്ങളുണ്ട്, വെയിറ്റ് കൂടുതലാണ്, നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറക്കാൻ നോക്ക്, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ക്രാഷ് ആയി പോകുന്നു പറയാണ്. ഇപ്പൊ ക്യാപ്റ്റൻ ഫ്രാങ്കിനെ ഒന്ന് ഈഗോ അടിക്കാണ്, നീ ഒന്ന് പോടാ അവിടുന്ന്, നീ എവിടുന്ന് വന്നത്, ഇതിന്റെ ക്യാപ്റ്റൻ ഞാനാണെങ്കിൽ ഞാൻ തന്നെ നോക്കിക്കോളൂ എന്ന് പറയാണ്. എന്തായാലും പിന്നീട് ഫ്രാങ്ക് ആ ഒരു പൊടിക്കാറ്റിന്റെ മുകളിലൂടെ വളരെ റിസ്ക് എടുത്തുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലൈറ്റിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവാണ്. എന്നാൽ അത് ശക്തമായിട്ട് വീശിയ ഈ ഒരു കാറ്റില് പൊടിക്കാറ്റിന്റെ ആ ഒരു മണലുണ്ടല്ലോ ഫസ്റ്റ് എഞ്ചിന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് ആ എഞ്ചിൻ ഒന്ന് ബ്രേക്ക് ആവുന്നുണ്ട്. ഇപ്പൊ ഫ്ലൈറ്റിന്റെ കൺട്രോൾ പോവാം പതിയെ താഴോട്ട് വരുന്നുണ്ട്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഒരു റോക്കിന്റെ റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, അവിടെ ഈ ഒരു ഫ്ലൈറ്റിന്റെ ബേക്ക് ഭാഗം ചെന്ന് ഇടിക്കുകയാണ്. ബേക്ക് ഭാഗം ഓപ്പണായി പൊട്ടി പൊളിഞ്ഞു പോയി. അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരാള് പിന്നെ കുറച്ച് വസ്തുക്കളും എല്ലാം കൂടിയായിട്ട് പുറത്തേക്ക് വീഴുന്നുണ്ട് കേട്ടോ. പാവം ആ ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയി, ആർക്കും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. പിന്നീട് എങ്ങനെയൊക്കെയോ ക്യാപ്റ്റൻ ഫ്രാങ്ക് ഈ ഒരു ഫ്ലൈറ്റ് ഉണ്ടല്ലോ ഇത് ബ്ലാസ്റ്റ് ആവാത്ത രീതിയിൽ നല്ല മണലുള്ള ഒരു ഭാഗത്തേക്ക് നോക്കിയിട്ട് ഇതിനങ്ങോട്ട് ഇടിച്ചിറക്കുകയാണ്. ഭാഗ്യത്തിന് ഇത് പൊട്ടിച്ചെറിയില്ല കേട്ടോ. ഫ്ലൈറ്റിന് നന്നായിട്ട് ഡാമേജ് വന്നെങ്കിലും ഒരുപാട് പേരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ
ഇപ്പൊ ക്യാപ്റ്റൻ ഫ്രാങ്കിന് പറ്റി. പക്ഷേ ഒരേ ഒരാള് ഇങ്ങനെ ഈ ഡാമേജ് ആയിട്ട് വീണയിൽ അയാളുടെ ദേഹത്തേക്ക് കമ്പി വന്ന് വീണ് ഇയാൾ മരണപ്പെട്ടു പോവാണ്. ആകെ മൊത്തം ഈ ഒരു അപകടത്തിൽ ഇവരുടെ ടീമില് 2 പേര് ഇപ്പൊ മരണപ്പെട്ടിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ക്യാപ്റ്റൻ ഫ്രാങ്ക് ആ ഒരു കോക്പിറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഇവരോട് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് റേഡിയോ സംവിധാനങ്ങളൊക്കെ ആകെ നശിച്ചു പോയിട്ടുണ്ട്, പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾ ആരും പേടിക്കേണ്ട, നമ്മൾ അവിടുന്ന് ടേക്ക് ഓഫ് ആയിട്ടുള്ള കാര്യം ഓൾറെഡി ഞാൻ എയർപോർട്ടിലേക്ക് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തിൽ നമ്മൾ അവിടെ ലാൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ തേടിക്കൊണ്ട് അവർ വരും. പക്ഷെ കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം, ഇവിടുന്ന് എങ്ങോട്ടേക്കും പോകണ്ടെന്ന് പറയാണ്. ഇതേ സമയത്തിന് പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള പൊടിക്കാറ്റാണ്. ആ പൊടിക്കാറ്റിൽ ഇവരുടെ ഈ ഒരു ഫ്ലൈറ്റ് വരെ മുങ്ങിപ്പോകുന്ന അവസ്ഥയിലാവുകയാണ്. അതായത് മണലിങ്ങനെ വീണ് 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 ആ ഒരു മണലിനടിയിലായി പോകുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. അതായത് ഒരു പൊടിക്കാറ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മരുഭൂമിയിൽ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ മലകളൊന്നും കാണാതാകും, പുതിയ പുതിയ മലകൾ രൂപപ്പെടും. അതായത് ഒരു സ്ഥിരതയില്ലാത്തൊരു കാര്യമാണ്. എന്തായാലും എങ്ങനെയൊക്കെയോ ഒരു കമ്പ് വെച്ച് ഓട്ടയുണ്ടാക്കിയിട്ട് മുകളിൽ വന്ന് നിൽക്കുന്ന ആ ഒരു മണലിനൊക്കെ ഒരു ഭാഗത്തേക്ക് ഇവർ ആകുന്നുണ്ട്. കാരണം ശ്വസിക്കാൻ വരെ കഴിയില്ലാന്നേ. എന്തായാലും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കാറ്റിനൊക്കെ ഒരു ശമനം വന്നിട്ടുണ്ട്. 2 പേര് മരണപ്പെട്ടല്ലോ, അവർക്ക് വേണ്ടി ഒരു കുഴിമാടൊക്കെ ഇവർ ഉണ്ടാക്കിയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇത്ര വലിയൊരു അപകടം ഉണ്ടായിട്ടും ഇതിൽ നിന്നൊക്കെ ഇവരെ സാഹസികമായിട്ട് രക്ഷപ്പെടുത്തിയത് ക്യാപ്റ്റൻ ഫ്രാങ്ക് ആണ്. അയാളുടെ ആ ഒരു കഴിവുള്ളത് കൊണ്ട് മാത്രമാണ് ഇവരെല്ലാവരും ഇപ്പൊ ജീവനോടെ ഉള്ളത്. സോ എല്ലാവരും ക്യാപ്റ്റൻ ഫ്രാങ്കിനോട് നന്ദി പറയുന്നുണ്ട്. മറ്റേ ആ ഒരു എലിയോട്ട് ക്യാപ്റ്റൻ ഫ്രാങ്കിനോട് ഇപ്പൊ തന്നെ ലാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ആ ഒരു സമയത്ത് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനെ ആയിരുന്നില്ല. അവിടെ വെച്ചൊരു ഈഗോ കാണിച്ചതൊന്നുമല്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ക്യാപ്റ്റൻ ഫ്രാങ്ക് എലിയോട്ടിനോട് ചൂടായത്. ഇതേ സമയത്ത് തന്നെ ഈ എലിയോട്ടാണെങ്കിൽ തകർന്നു കിടക്കുന്ന ഈ ഫ്ലൈറ്റ് ഉണ്ടല്ലോ, അതിന്റെ അതിലൂടെയും ഇതിലൂടെയൊക്കെ ഇങ്ങനെ നടന്ന് ഓരോ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഈ ക്യാപ്റ്റൻ ഫ്രാങ്കിന്റെ അസിസ്റ്റന്റ് ഉണ്ടല്ലോ AJ കാണാണ്. AJ ഇപ്പൊ കെല്ലിയോട് ചോദിക്കുകയാണ്, ഇവൻ ആരാണ്, നിങ്ങളുടെ ടീമിൽ പെട്ടതാണോ? ഇപ്പൊ കെല്ലി പറയാണ്, ഏയ് ഞങ്ങളുടെ ടീമിൽ പെട്ടതൊന്നുമല്ല, ഇവൻ എന്തോ ഈ മരുഭൂമി കാണാൻ വന്ന ആളാണ്, പിന്നീട് എങ്ങനെയൊക്കെയോ വഴിതെറ്റി ഞങ്ങളുടെ ഇടയിൽ പെട്ടുപോയി. കുറച്ച് ദിവസം ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടുന്ന് വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് വന്നേ ഉള്ളൂ. എന്തായാലും ഇനി ഇവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം അതുപോലെ തന്നെ വെള്ളം, ഈ 2 കാര്യം കണ്ടെത്തണമല്ലോ. അപ്പോൾ കാർഗോ ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഇവർക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് എണ്ണി തിട്ടപ്പെടുത്തി വെക്കുന്നുണ്ട്. അതായത് അത്യാവശ്യം വെള്ളത്തിന്റെ ക്യാനും കാര്യങ്ങളൊക്കെ അവരുടെ ഫ്ലൈറ്റിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ക്യാൻഡ്, അതായത് പാക്ക്ഡ് ഫുഡും ഉണ്ടായിരുന്നു. ഇപ്പൊ അത്യാവശ്യം കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻ ഫ്രാങ്ക് പറയാണ്, ഇപ്പൊ നിലവിൽ നമ്മുടെ കയ്യിലുള്ള ആ ഒരു വെള്ളം വെച്ച് ഒരു മാസത്തേക്ക് ഓരോ ദിവസവും 1/2 ലിറ്റർ വെള്ളം വെച്ച് ഓരോരുത്തർക്കും കുടിക്കാനുണ്ടാവും. നമ്മളിപ്പോ പെട്ടുകിടക്കുന്നത് ഒരു മരുഭൂമിയുടെ നടുഭാഗത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സെർച്ച് ചെയ്ത് അവർ കണ്ടുപിടിച്ച് ഇങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ ഏകദേശം 1 മാസം എടുക്കും. അതുകൊണ്ട് ഈ ഒരു വെള്ളം അതുപോലെ തന്നെ ഈ ഒരു ഫുഡ് ഇത് 2 ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പിടിച്ചു നിൽക്കണം. ഇത് കേട്ടപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന അത്യാവശ്യം നല്ല ബോഡിയും കാര്യങ്ങളൊക്കെ ഒരുത്തുന്നുണ്ട് ജെർമി പറയുകയാണെങ്കിൽ, ഞാൻ അത്യാവശ്യം നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്പോർട്സ്മാൻ ആണ്. അപ്പൊ നിങ്ങൾ കുറച്ച് വെള്ളവും ഭക്ഷണവും തരികയാണെങ്കിൽ ഞാൻ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നടന്നു പോകാം, എന്നിട്ട് ഹെൽപ്പിന് ആളെ കൂട്ടിയിട്ട് വരാം. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പ്രായമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾ പറയാണ്, മോനെ ഇത് ഏതാ മാസം എന്നറിയോ? ജൂലൈ ആണ്. അടിക്കുന്ന വെയിൽ നിന്റെ മണ്ട വരെ പൊളിഞ്ഞു പോകും. അപ്പൊ ഈ ഒരു ജെർമി ഒരു കാര്യം പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ രാത്രി സമയം നോക്കിയിട്ട് ഞാൻ ട്രാവൽ ചെയ്തോളാം, നടന്നോളാം. ഇപ്പൊ പ്രായമായിട്ടുള്ള ആള് പറയണ, ആഹാ പഷ്ട്, രാത്രിയാകുമ്പോൾ നീ സ്ട്രെയിറ്റ് ആയിട്ട് നടക്കല്ലേ എന്റെ പൊന്നു മോനെ, നീ എത്ര സ്ട്രെയിറ്റ് ആയിട്ട് നടക്കുകയാണെങ്കിലും നിനക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പോകാൻ കഴിയില്ല, ഉറപ്പായിട്ട് നിനക്ക് വഴി തെറ്റും. കാരണം ഇവിടെ സ്ഥിരമായിട്ടൊന്നുമില്ല, പൊടി മാത്രമാണ്. ഒരു കാറ്റ് വീശിയാൽ ഈ പൊടിയൊക്കെ വേറെ ഏതെങ്കിലും ഷേപ്പിലായിരിക്കും. സോ തീർച്ചയായിട്ടും നിനക്ക് വഴി തെറ്റും, പോസിബിൾ അല്ല ആ ഒരു കാര്യം. എന്തായാലും ക്യാപ്റ്റൻ ഫ്രാങ്ക് പറഞ്ഞതുപോലെ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്താണ് എല്ലാവർക്കും നല്ലത്. അങ്ങനെ എല്ലാവരും അന്നേ ദിവസം റെസ്റ്റ് എടുക്കാനായിട്ട്, അതായത് യാത്ര ചെയ്യാനോ ഇവിടുന്ന് രക്ഷപ്പെടാനോ ഒന്നും നോക്കിയില്ല കേട്ടോ. എല്ലാവരും ഫ്ലൈറ്റിന്റെ ഉള്ളിൽ തന്നെ കിടന്നുറങ്ങാണ്. രാത്രിയായപ്പോൾ പകൽ കൊടും ചൂടാണെങ്കിൽ രാത്രിയപ്പോൾ പെരും തണുപ്പായതുകൊണ്ട് തന്നെ എല്ലാവരും വേഗം ഫ്ലൈറ്റിന്റെ ഉള്ളിൽ കയറിയിട്ട് പുതച്ചു മൂടി കിടക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു അലക്സ് എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, ഇയാളുടെ കൂടെ തന്നെ അത്ര പ്രായമൊന്നും ഇല്ലാത്തൊരു പയ്യനുണ്ട്, ഒരു തുപ്പിക്കാരൻ. അപ്പൊ ഇവനിങ്ങനെ ഉള്ളിൽ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം പോലെ മനസ്സിന്. അതുകൊണ്ട് ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ നല്ല ശക്തമായിട്ടുള്ള പൊടിക്കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവനൊന്ന് പതിയെ മുന്നോട്ടേക്ക് പോയി. ഇങ്ങനെ നടന്നു പോകുന്നതിന്റെ ഇടയിൽ കാല് എവിടെയോ ചെറുതായിട്ടൊന്ന് തട്ടുന്നുണ്ട്. അവനൊന്ന് വീണ് പോവാണ്. പിന്നെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒന്നും അവന് തിരിയുന്നില്ല, ഒന്നും വ്യക്തമായിട്ട് കാണുന്നില്ലാന്നേ. ഫുള്ള് പൊടി തന്നെയാണ്. ഈ പൊടിയിൽ എവിടുന്നാണ് അവർ വന്നത്, ആ ഒരു ഫ്ലൈറ്റ് എവിടെയാണ് എന്ന് ഈ പാവത്തിന് ഈ ചെറുപ്പക്കാരന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല ഈ അടിക്കുന്ന കാറ്റ്, അതിലൂടെ വരുന്ന ഒരു മണല്, അതെല്ലാം മേത്ത് തട്ടുമ്പോണ്ടല്ലോ തീക്കട്ട വന്ന് മേത്ത് വീഴുന്നത് പോലെ അവന് വേദനാവുകയാണ്. ഈ ഒരു കാറ്റിനിടയിൽ പെട്ടുപോയിട്ട് പേടിച്ചു പോയ ഈ ഒരു പയ്യനുണ്ടല്ലോ, അവന്റെ ആ ഒരു ഫ്രണ്ട് അലക്സിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കാറ്റത്തുണ്ടോ ഇവന്റെ ശബ്ദം ആരെങ്കിലും കേൾക്കുന്നത്, എന്ത് പിന്നെ ആ രാത്രിയിൽ സംഭവിച്ചെന്ന് അറിയില്ല. പിറ്റേ ദിവസം രാവിലെയായിട്ട് എല്ലാവരും നോക്കുമ്പോൾ ഈ ചെറുക്കനെ കാണാനില്ല. എല്ലാവരും ഇവനെ തപ്പിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങുകയാണ്. ചുറ്റുഭാഗത്ത് മുഴുവനായിട്ട് നോക്കിയിട്ടും അവൻ എവിടെയും കാണാനില്ല കേട്ടോ. ഇതേ സമയത്ത് തന്നെ ഇന്നലെ രാത്രി കാണാതായ ഒരു ചെറുപ്പക്കാരനെ കാണിക്കുന്നുണ്ട്. അവന്റെ അരഭാഗം വരെ മണലിൽ താന്നു കിടക്കാണ്. മാത്രമല്ല അവന്റെ തൊലിയും കാര്യങ്ങളൊക്കെ ഈ മണൽക്കാറ്റ് കൊണ്ട് അവന്റെ ദേഹത്ത് നിന്ന് അടന്നു പോയിട്ടുണ്ട്. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എത്രത്തോളം ഭീകരമാണ് ഈ ഒരു മണൽക്കാറ്റെന്ന്. ഇപ്പൊ ഈ ഒരു പയ്യനെ നോക്കിയിട്ട് അവർക്കാർക്കും അവനെ കാണാൻ പറ്റിയില്ലല്ലോ. സോ കൂടുതലായിട്ട് പുറത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഈ അലക്സ് ഒച്ചയും വിളിയും നിലവിളി ഉണ്ടാക്കുകയാണ്. ഇവൻ അലറി കരയാൻ തുടങ്ങുകയാണ്. എന്നാരും ഈ അലക്സിനെ ആ ഒരു മരുഭൂമിയിലേക്ക് വിടുന്നില്ല. പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല കേട്ടോ. സോ എല്ലാവരും ഇതിന്റെ ആ ഒരു അപകടം, ആ ഒരു ഡേഞ്ചർനെസ് എത്രത്തോളാണെന്ന് മനസ്സിലാക്കി ഭയം കൊണ്ട് പലരും ആകെ
ഡിപ്രസ് ആയി പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ക്യാപ്റ്റൻ ഫ്രാങ്കിന്റെ അടുത്തേക്ക് കെല്ലി വന്നിട്ട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ക്യാപ്റ്റൻ സത്യം പറ, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾ നുണ പറയാണോ? ഇപ്പൊ ക്യാപ്റ്റൻ ഫ്രാങ്ക് പറയാണ് രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ വലിയ ഉറപ്പൊന്നുമില്ല. അതായത് നമ്മൾ മരുഭൂമിയുടെ നടുവിലാണ് കിടക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ നമ്മളെ തേടി ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരാതെ നമ്മളെ രക്ഷപ്പെടുത്താതെ നമുക്ക് അത്ര പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല. ഇപ്പൊ കെല്ലി ചോദിക്കണം, അങ്ങനെയാണെങ്കിൽ ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പില്ല, ഉള്ള ഫുഡും വെള്ളം എടുത്തിട്ട് നമുക്ക് എല്ലാവർക്കും മുന്നോട്ടേക്ക് നീങ്ങുന്നതല്ലേ നല്ലത്? ഇപ്പൊ ക്യാപ്റ്റൻ ഫ്രാങ്ക് പറയണേ, ഇപ്പൊ തൽക്കാലം ലീഡറായിട്ട് നിങ്ങൾ എന്നെയല്ലേ കാണുന്നത്, വെറുതെ എന്തിനാണ് ഞാൻ നിങ്ങൾ എല്ലാവരും കൊലക്ക് കൊടുക്കുന്നത്? ഒരിക്കലും പോസിബിൾ അല്ലാത്തൊരു കാര്യത്തിനെ കുറിച്ചാണ് കെല്ലി നീ ഇപ്പൊ പറയുന്നത്. കുറച്ച് ദേഷ്യത്തിലാണ് ക്യാപ്റ്റൻ ഫ്രാങ്ക് ഇങ്ങനെ പറയുന്നത്. അതായത് ഇവർ ഈ വെള്ളവും ഫുഡും എടുത്തുകൊണ്ട് മരുഭൂമിയിലേക്ക് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയില്ല. എന്നാൽ ഉള്ള ഫുഡും വെള്ളവും കഴിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുകയാണെങ്കിൽ രക്ഷപ്പെടാനുള്ള ഒരു 10% ചാൻസ് ഉണ്ട്. എന്തായാലും കുറച്ച് വിഷമത്തില് നമ്മുടെ കെല്ലി പുറത്തേക്ക് പോകുമ്പോൾ നേരത്തെ നമ്മൾ കണ്ട ആ ഒരു അലക്സ് ഉണ്ടല്ലോ, അവൻ പറയാണ് എന്തായാലും നമ്മളെ തേടി ആരും ഇങ്ങോട്ടേക്ക് വരാനൊന്നും പോകുന്നില്ല. എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഇപ്പൊ ഇവരുടെ ബോസ് പറയാണ് ആരും വരാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, നമ്മുടെ കമ്പനി ഉണ്ടല്ലോ അവരെന്തായാലും നമ്മളെ തേടി ഇങ്ങോട്ടേക്ക് വരും. ഈ സമയത്ത് കെല്ലി പറയാണ് കുറച്ച് പൊളിക്കും കമ്പനി പോലും. കമ്പനി കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ ആ ഒരു വർക്ക് സക്സസ് ആയിട്ട് നമുക്ക് ഫിനിഷ് ആയിരുന്നു. അതിനുപോലുള്ള ക്ഷമ ആ ഒരു കമ്പനിക്കാർക്കില്ല. അങ്ങനെയുള്ളവര് കുറെ കാശും കാര്യങ്ങളും മുടക്കിയിട്ട് നമ്മളെ രക്ഷപ്പെടുത്താനായിട്ട് കുറച്ച് ക്ഷമയിൽ ഇങ്ങോട്ടേക്ക് വരും എന്നാണോ നിങ്ങൾ പറയുന്നത്? ഒരിക്കലും പോസിബിൾ അല്ല എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ഒരുപാട് ടീം മെമ്പേഴ്സ് ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആവുകയാണ്. അതുപോലെ തന്നെ ഈ ബോസിന്റെ കൺട്രോളും പോകുന്നുണ്ട്. ഇയാൾക്കും ആകെ പേടി കൊടുക്കുന്നുണ്ട്. ഇതോടായപ്പോൾ ഈ ഒരു ബോസ് ഉണ്ടല്ലോ, ഇയാൾ ഒരു കാര്യം തീരുമാനിക്കണം, കുറച്ച് വെള്ളം തന്നെ, അതെടുത്തുകൊണ്ട് ഞാൻ മരുഭൂമിയിലേക്ക് നടക്കാൻ പോകുന്നുണ്ട്. ഇയാൾ ആ ഒരു വെള്ളത്തിന്റെ ക്യാനും എടുത്തുകൊണ്ട് നടക്കാൻ നിൽക്കുമ്പോൾ കൂട്ടത്തിൽ ഒരാൾ, അതായത് നമ്മുടെ അസിസ്റ്റന്റ് പയ്യനുണ്ടല്ലോ ഏജ് വന്നിട്ട് തടുക്കാണ്. ഇപ്പൊ ബാക്കിയുള്ളവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇയാൾ വെള്ളം കൊണ്ട് പോകുന്ന തന്നെ. അപ്പൊ ഇവരുടെ ഇടയിൽ നന്നായിട്ട് വഴക്ക് നടക്കാണ്. ഇപ്പൊ ഒന്തും തള്ളും പിടിയും വലിയൊക്കെ ആയിട്ട് അവസാനം ആ ഒരു കാനില്ല അത് നിലത്ത് വേണങ്ങോട്ട് പൊട്ടി പോവാണ്. ഇപ്പൊ ആ ഒരു ടീമിലുണ്ടായിരുന്ന കുക്കുണ്ട്, സാമി എന്നിട്ട് ഒരാള്, ഇയാള് പോയിട്ട് മരുഭൂമിയിൽ ആ ഒരു മണലിൽ വീണെടുക്കുന്ന ആ ഒരു വെള്ളം വരെ കോരി കുടിക്കാൻ നോക്കാണ്. കാരണം ഈ സമയത്ത് ഓരോ തുള്ളി വെള്ളത്തിനും അതിൻ്റെതായ വാല്യുണ്ട്. അങ്ങനെ ഇവർ ഈ തല്ലു കൂടിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റേ ആ ഒരു ടൂറിസ്റ്റുകാരനുണ്ടല്ലോ എലിയോട്ട്, അവൻ വന്നിട്ട് പറയാണ് നിങ്ങൾ വെറുതെ തമ്മി തല്ലി ചാവല്ലേ, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും. ആരെങ്കിലും നമ്മളെ കൂട്ടാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടോ അല്ലെങ്കിൽ മരുഭൂമിയിലൂടെ നമ്മൾ നടന്നു പോയിട്ടോ അല്ല നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നത്. നമ്മൾ പുതുതായിട്ട് ഒരു ഫ്ലൈറ്റ് തന്നെ ഇവിടെ ഉണ്ടാക്കാൻ പോവാണ്. എല്ലാവരും അമ്പരന്ന് ഈ എലിയോട്ടിനെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എലിയോട്ട് ഒരു കാര്യം പറയാണ്, ഇതൊരു പഴയ കാർഗോ ഫ്ലൈറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിൽ ഒരു സെക്കൻഡ് എഞ്ചിൻ ഉണ്ട്. പിന്നെ ഓൾറെഡി നിങ്ങൾ അവിടെ ഓയിൽ ഖനനം ചെയ്യാനായിട്ട് ഒരുപാട് മിഷനറീസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടില്ലേ, ഞാൻ കുറെ നേരമായിട്ട് ഇതൊക്കെ നോക്കുകയാണ്. സോ ഇതെല്ലാം കൂടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് മറ്റൊരു ഫ്ലൈറ്റ് ഉണ്ടാക്കി എടുക്കാൻ കഴിയും. വെൽഡ് ചെയ്യാനുള്ളതും കട്ട് ചെയ്യാനുള്ളതൊക്കെ ആയിട്ടുള്ള ഒരുപാട് മിഷനറീസ് നിങ്ങളുടെ കയ്യിലില്ലേ, തീർച്ചയായിട്ടും ആ ഒരു സെക്കൻഡ് എഞ്ചിൻ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു ചെറിയ ഫ്ലൈറ്റ് ഉണ്ടാക്കാൻ പറ്റും, ഉറപ്പായിട്ടും പറ്റും. ഇതേ സമയത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതിനായിട്ടുള്ള ആ ഒരു ഡിസൈൻ, ഇതിന്റെ ആ ഒരു കാര്യം മുന്നിൽ നിന്ന് ആര് പണിയിപ്പിക്കുന്നതാണ്? ആ സമയത്താണ് എലിയോട്ട് ഒരു കാര്യം പറയുന്നത്, ഇയാൾ ഒരു ഫ്ലൈറ്റിന്റെ ഡിസൈനറാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് ഇയാൾ തന്നെ ചെയ്യിപ്പിക്കാന്ന് പറയണം. എന്നാൽ അങ്ങോട്ടേക്ക് വന്ന ക്യാപ്റ്റൻ ഫ്രാങ്ക് പറയണ ഒരിക്കലും അത് പോസിബിൾ അല്ല, ഇത് നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പൊ നമ്മൾ കുറച്ച് ദിവസം കൂടി ഈ ഭക്ഷണവും വെള്ളവും കഴിച്ച് ഇവിടെ കാത്തു നിന്നാൽ മതി എന്ന് പറയാണ്. എന്തായാലും ക്യാപ്റ്റൻ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ ഫ്ലൈറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു കാര്യത്തിൽ നിന്നും എല്ലാവരും പിന്തിരിയാണ് കേട്ടോ. വലിയ ഉന്മേഷമൊന്നും ആരും കാണിക്കുന്നില്ല. ഇതേ സമയത്ത് തന്നെ ഈ ടീമിലുണ്ടായിരുന്ന ജെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് ആകെ ഡിപ്രസ്ഡ് ആയിട്ട് മരുഭൂമിയിലൂടെ എങ്ങോട്ടോ നടന്നു പോയിട്ടുണ്ട്. അത് ആരോടും പറഞ്ഞിട്ട് പോലും ഇല്ല. ചിലപ്പോൾ മാനസികമായിട്ട് എന്തെങ്കിലും താളം തെറ്റിയിട്ട് ഇതുപോലെ നടന്നു പോയതായിരിക്കും. അപ്പൊ ഞാൻ അവനെ കൂട്ടിയിട്ട് വരാം, അവൻ എന്റെ ടീം മെമ്പറില്ലാന്നുണ്ട്. കെല്ലി തന്നെ ആ ഒരു മരുഭൂമിയിലോട്ട് നടക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നാൽ കെല്ലിയെ ഇപ്പൊ ക്യാപ്റ്റൻ ഫ്രാങ്ക് പിടിച്ചു നിർത്തിയിട്ട് പറയണം, വേണ്ട ഇപ്പൊ തൽക്കാലം ക്യാപ്റ്റൻ ഞാനല്ലേ, ഞാൻ തന്നെ പോയിട്ട് അവനെ കൂട്ടിയിട്ട് വരാന്ന് പറയണം. അതായത് ഓരോ ആൾക്കാർക്കും അവരുടെ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. അതായത് ഒരു പിന്തിരിപ്പൻ സ്വഭാവം നമ്മുടെ ക്യാപ്റ്റൻ ഫ്രാങ്ക് പല സമയത്തും കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതുപോലെ റിസ്ക് എടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു എന്താ പറയുക ഉത്തരവാദിത്വവും ക്യാപ്റ്റൻ ഫ്രാങ്ക് കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു മരുഭൂമിയിലൂടെ ആ ഒരു കാൽപ്പാട് വെച്ചിട്ട് ക്യാപ്റ്റൻ ഫ്രാങ്ക് കുറേ ദൂരം മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. കുറേന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ദൂരം മുന്നോട്ടേക്ക് പോയി. ആ പോകുന്ന സമയത്തൊക്കെ നന്നായിട്ട് വെയിലടിക്കുന്നുണ്ട്, ചെറിയ രീതിയിലുള്ള പൊടിക്കാറ്റുണ്ട്. അവസാനം ഇവരുടെ ആ ഒരു ഫ്ലൈറ്റ് ആദ്യം തന്നെ കുത്തിപ്പോയ ഒരു കല്ലിന്റെ കഷ്ണല്ലേ റൗണ്ടിൽ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് എത്തി. നോക്കുമ്പോൾ ഈ ബേക്ക് ഭാഗം പൊട്ടിയിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ അങ്ങോട്ടേക്ക് വീണിട്ടുണ്ടായിരുന്നു. ആ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതിനിടയിൽ തന്നെ ഇവരുടെ ഫ്ലൈറ്റിൽ നിന്നും ആദ്യമായിട്ട് പുറത്തേക്ക് വീണ ഒരാൾ മരിച്ചില്ലേ, അയാളുടെ ബോഡിയും അവിടെ ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ബോഡിയുടെ അപ്പുറപ്പുറക്കായിട്ട് കുറച്ച് ബുള്ളറ്റുകൾ കാണുകയാണ്. ബുള്ളറ്റോ, അതെങ്ങനെ ഇവിടെ വരും? ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആരും ഒരാൾ ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു കാൽ ശബ്ദം കേൾക്കുകയാണ്. ഇപ്പൊ ക്യാപ്റ്റൻ ഫ്രാങ്ക് നോക്കുമ്പോൾ അത് ആ ഒരു ജെയിംസ് ആയിരുന്നു. ജെയിംസ് പറയാണ്, എന്തെങ്കിലുമൊക്കെ സാധനം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു നോക്കിയത്. അപ്പോഴാണ് ഇവന്റെ ബോഡി കണ്ടതും അതിന്റെ ചുറ്റുമായിട്ട് ആ ഒരു ബുള്ളറ്റ് കണ്ടതും. അതായത് ഇവിടെ ആരും ഉണ്ട്, അതായത് മരുഭൂമിയിലെ ഈ കൊള്ളക്കാരി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു സംഘം അവർ വന്നു പോയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് ജെയിംസ് പറയാണ്. അതുപോലെ തന്നെ ജെയിംസ് ഇങ്ങോട്ടേക്ക് വന്നതിന്റെ പ്രധാന കാരണം ഈ മരിച്ചു കിടക്കുന്ന ആളുണ്ടല്ലോ, ജെയിംസിന്റെ ഉറ്റ ചങ്ങാതിയാണ്. അയാളുടെ കയ്യിലാണ് ജെയിംസിന്റെ വാച്ച് ഉള്ളത്. അതെങ്ങനെയാ വന്നേന്നിപ്പോ നമ്മുടെ ക്യാപ്റ്റൻ ഫ്രാങ്കിനോട് പറയണം. രണ്ടുപേരും തമ്മിൽ ഒരു ബെറ്റ് വെച്ചു. ആ ബെറ്റിൽ ജെയിംസ് തോറ്റതുകൊണ്ട് അവന്റെ ആ ഒരു വാച്ച് കൂട്ടുകാരന് കൊടുത്തു. സോ ആ ഒരു വാച്ച് എടുക്കാനാണ് ശരിക്കും ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ കൂട്ടുകാരന്റെ കയ്യിൽ ആ ഒരു വാച്ച് ഇപ്പൊ നിലവിലില്ല. അതിനർത്ഥം ആ ഒരു കൊള്ളക്കാര് ഇവിടെ വന്നിട്ടുണ്ട് എന്നല്ലേ. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് എന്റെ ഫാമിലിയെ കാണാനൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ ആ ഒരു പ്രതീക്ഷയൊക്കെ ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ എലിയോട്ട് ആ ഒരു ഫ്ലൈറ്റ് റീക്രിയേറ്റ്
റീക്രിയേറ്റ് എന്ന് പറഞ്ഞപ്പോൾ നീ അത് വേണ്ടെന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് എന്റെ എല്ലാ പ്രതീക്ഷകളും പോയി. അത് ഉണ്ടാക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ എന്റെ മനസ്സിൽ വന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതുമില്ല, ആ ഒരു പ്രതീക്ഷ പോയി. ഇപ്പൊ ക്യാപ്റ്റൻ ഫ്രാങ്ക് ഇത് കേട്ടപ്പോൾ മനസ്സിലായി എല്ലാവർക്കും ആ ഒരു പ്രതീക്ഷ അത് ഉള്ളിലുണ്ടെങ്കിൽ ഒരു എനർജി കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫ്രാങ്ക് പറയണ നമുക്ക് എന്തായാലും എന്നാ പിന്നെ അവൻ പറഞ്ഞതുപോലെ ആ ഒരു ഫ്ലൈറ്റിനെ റീക്രിയേറ്റ് ചെയ്യാന്ന് പറയണം. ഇപ്പൊ ജെയിംസ് പറയണ എനിക്കിപ്പോ നിങ്ങളെ വിശ്വാസമില്ലാന്ന്, എന്നാ പിന്നെ ബെറ്റ് വെച്ചാലെന്ന് പറയണേ. ക്യാപ്റ്റൻ ഫ്രാങ്ക് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വാച്ച് ഊരിയിട്ട് ഈ ജെയിംസിന് കൊടുക്കാണ്. ബെറ്റിൽ ഞാൻ ജയിക്കുകയാണെങ്കിൽ നീ എനിക്കിത് തിരിച്ചു തന്നാൽ മതി പറയണം. അവന്റെ അതേ സ്ട്രാറ്റജി തന്നെ ഇപ്പൊ ക്യാപ്റ്റൻ ഫ്രാങ്ക് ഉപയോഗിക്കണം. അതായത് അവൻ എങ്ങനെയെങ്കിലും തിരിച്ചങ്ങോട്ടേക്ക് കൊണ്ടുപോകണല്ലോ. ഇതേ സമയത്ത് തന്നെ ഫ്ലൈറ്റ് വീണെടുക്കുന്ന ആ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ്. കാരണം ഇവരുടെ ക്യാപ്റ്റൻ ഓൾറെഡി മരുഭൂമിയിലേക്ക് പോയി, ഇതുവരെയായിട്ടും തിരിച്ചു വന്നിട്ടില്ല. അതുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കാനായിട്ടുണ്ട്, അധികം വൈകാതെ ഇരുട്ടുമൂട് ഇവിടെ. അപ്പൊ എല്ലാവരും കരുതി ഇവരുടെ ക്യാപ്റ്റൻ അതുപോലെ തന്നെ ആ ഒരു ജെയിംസ് രണ്ടുപേരും മരണപ്പെട്ടിട്ടുണ്ടാവും. സോ ആ ഒരു ശോകത്തിൽ ഇവരിയ്ക്കുന്ന സമയത്താണ് ദൂരെ നിന്നും ഒരാൾ ഇങ്ങനെ കൈ കാണിക്കുന്നത്. ആ ഒരു അരണ്ട വെളിച്ചത്തിൽ ഇവർ നോക്കുമ്പോൾ അത് ക്യാപ്റ്റൻ ആയിരുന്നു കേട്ടോ. അധികം വൈകിയില്ല, ക്യാപ്റ്റൻ ഇങ്ങോട്ടേക്ക് എത്താണ്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമായി. വേഗം തന്നെ ക്യാപ്റ്റന് ഇവർ വെള്ളം കൊടുക്കുകയാണ്. മാത്രമല്ല വെള്ളം കുടിച്ച് കഴിഞ്ഞ പാട് ക്യാപ്റ്റൻ പറയാണ് എന്നാ പിന്നെ നമുക്ക് ഈ എലിയോട്ട് പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഒരു ചെറിയ ഫ്ലൈറ്റ് റീക്രിയേറ്റ് ചെയ്തെടുക്കാന്ന്. പക്ഷേ ചില കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ വർക്ക് ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞാൽ അത് രാത്രിയായിരിക്കും. പകല് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാടധികം വെള്ളം നമ്മൾ കുടിക്കേണ്ടി വരും. രാത്രിയാകുമ്പോൾ അത്ര വെള്ളം കുടിക്കേണ്ടി വരില്ല. എല്ലാവരും ഓക്കെ എന്ന് പറയാണ്. സോ പെട്ടെന്ന് തന്നെ രാത്രിയായപ്പോൾ ഇതിന്റെ ചുറ്റുമായിട്ട് ഈ ക്യാനുകൾ ഇവർ വെക്കുകയാണ്. അത്യാവശ്യം ഓയിലും കാര്യങ്ങളും ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. ഇതെല്ലാം കത്തിച്ചുകൊണ്ട് ചുറ്റുമായിട്ട് തീ വെച്ച് ഇവർ വെളിച്ചുണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല ഇനി ഇവരുടെ ആദ്യത്തെ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലൈറ്റ് വലുതാണല്ലോ, ഇതിനെ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കണം. സോ അതിനായിട്ട് ഈ കട്ട് ചെയ്യുന്ന മെഷീനും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ ആ ഒരു പണി ആദ്യം തുടങ്ങുകയാണ്. ഇത് ഇവർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എളുപ്പത്തിൽ എന്ന് വെച്ചാൽ പണിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. എന്നാൽ ഇവരുടെ കയ്യിൽ മെഷീനറീസ് ഓൾറെഡി ഉണ്ടല്ലോ. അതായത് കമ്പനിയിൽ ആ ഒരു പണിയെല്ലാം ഒഴിവാക്കിയിട്ടാണ് ഇവർ തിരിച്ചു പോന്നിരുന്നത്. സോ മെഷീനും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ അതിൽ ആ ഒരു കട്ടിംഗ് മെഷീനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ പല കഷ്ണങ്ങളായിട്ട് മുറിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ വെള്ളത്തിന്റെ ഉപയോഗം കുറച്ച് കൂടിയിട്ടുണ്ട്. കാരണം എന്താ, പണിയെടുക്കുന്നത് കൊണ്ട് നല്ല എനർജിയുടെ ആവശ്യമാണല്ലോ. സോ വെള്ളം കൂടുതലായിട്ട് ഇവർ കുടിക്കുന്നുണ്ട്. പിന്നീട് ഇവർ പകല് റെസ്റ്റ് ചെയ്യാണ്, വീണ്ടും രാത്രിയിൽ പണി ആരംഭിക്കുകയാണ്. അതായത് വീണ്ടും ചില കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. ആ ഒരു പണി വീണ്ടും ഇന്ന് തന്നെ ചെയ്യാൻ തുടങ്ങുകയാണ്. പക്ഷേ ഈ രണ്ടാമത്തെ ദിവസം ചെറിയൊരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്. അതായത് ഇവർ ഈ ഒരു ഫ്ലൈറ്റിനെ കുറച്ച് ഭാഗങ്ങളൊക്കെ മുറിച്ച് ഒരു ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്ത് ഒരു പെട്രോൾ ക്യാൻ ഉണ്ടായിരുന്നു. അതിലേക്ക് ഇവർ പണിയെടുക്കുമ്പോൾ ഒരു സ്പാർക്ക് ചെന്ന് വീണ് അവിടെ ഒരു ബ്ലാസ്റ്റ് നടക്കുകയാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ നോക്കുന്ന സമയത്ത് ഇവരെടുത്ത് വെച്ച കുറെ പാർട്സ് എല്ലാം ആകെ കത്തി നശിച്ചു പോയിട്ടുണ്ട്. സോ ഇവരുടെ ആ ഒരു വർക്ക് വളരെയധികം ഇനി സ്ലോ ആയിരിക്കും. അതുപോലെ തന്നെ കുറെ എണ്ണ ഇവർക്ക് നഷ്ടമായി. ഇതെല്ലാം കണ്ട സമയത്ത് ക്യാപ്റ്റൻ ഫ്രാങ്ക് പറയാണ് ഇനി മുതൽ രാത്രി നമുക്ക് വർക്ക് ചെയ്യേണ്ട, രാവിലെ അതായത് വലിയ വെയിൽ വരുന്നതിന് മുന്നേ നമുക്ക് വർക്ക് ചെയ്യാം. രാത്രി നമ്മുടെ ഭാഗത്തുനിന്ന് ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നു പോകുന്നുണ്ട്. പകലാകുമ്പോൾ അത്ര മിസ്റ്റേക്കുകൾ വരില്ലല്ലോ. അതുപോലെ രാത്രി സമയത്ത് വർക്ക് എടുക്കുമ്പോൾ നമുക്കൊരു ഇച്ചിരി മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെന്തായാലും രാവിലെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവർ രാവിലെ തന്നെ ഇവരുടെ വർക്ക് ആരംഭിക്കണം. നല്ല സ്പീഡിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നുണ്ട്. അങ്ങനെ ഇവരുണ്ടാക്കിയ ആ ഒരു മിനി ഫ്ലൈറ്റ് ഉണ്ടല്ലോ, ഇതിന്റെ നടുഭാഗം ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ചിറകുള്ള ഭാഗത്ത് ഓരോ കഷ്ണങ്ങൾ ഇവർ കട്ട് ചെയ്ത് അത് എന്താ പറയാ ഒന്നുകൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ ചെയ്യണമെങ്കിൽ ഈ ചിറകിന്റെ ഉള്ളിലേക്ക് ഒരാൾ കയറിയിരിക്കണം. എന്നിട്ട് അത് ബാലൻസ് ചെയ്യണം. സോ കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ഒരാളായിരിക്കുമ്പോഴാണ് അതിന്റെ ഉള്ളിൽ കയറി മര്യാദക്ക് ഇത് ചെയ്യാൻ പറ്റുക. അപ്പൊ ഇവരുടെ ഇടയിൽ ആ ഒരു കുക്ക് ഉണ്ടല്ലോ സ്വാമി, ഇവനോട് കാര്യങ്ങൾ പറയുമ്പോൾ ഡോ ഇങ്ങനെയുള്ള മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു വർക്കും എനിക്കറിയില്ല, ഞാൻ സാധാരണ ഒരു കുക്കാണ്, നിങ്ങൾക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ആള്. ഇപ്പൊ കൂട്ടത്തിൽ ഒരാൾ പറയണത് അതൊന്നും കുഴപ്പമില്ല, നീ ഒന്ന് കയറി നോക്ക്, ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി എന്ന്. അങ്ങനെ ഇവർ ധൈര്യം കൊടുത്തിട്ട് ഈ സ്വാമി ഈ ചിറകിന്റെ ഉള്ളിലേക്ക് കയറി നിൽക്കുകയാണ്. പിന്നീട് ഇവർ വെച്ച ആ ഒരു കമ്പും കോലൊക്കെ ഉണ്ടല്ലോ, ഇതിന്റെ ഇടയിലൂടെ പയ്യെ ആ ഒരു ചിറക് ഇവരുണ്ടാക്കി വെച്ച ആ ഒരു ബോഡിയിലേക്ക് ജോയിൻ ചെയ്യണം. അങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് വരികയാണ്. പതിയെ കൊണ്ടുവന്ന ഈ ഒരു സാധനം സ്പീഡിൽ പോയിട്ട് ഒരേറ്റ അടയിലാണ്. പാവം നമ്മുടെ സ്വാമി ഇതിന്റെ ഇടയിൽ പെട്ടുപോയിട്ടോ. എല്ലാവരും വേഗം താഴേക്ക് വന്ന് നോക്കുകയാണ്, അവൻ എന്തെങ്കിലും പറ്റിയോ, എന്തായാലും മരിച്ചിട്ടാവും, ചത്ത് എന്ന് വെച്ചാണ് വന്ന് നോക്കുന്നത്. എന്നാൽ താഴെ നല്ല മാസമായിട്ട് നമ്മുടെ സ്വാമി അങ്ങനെ നിൽക്കുകയാണ്. ഈ സ്വാമി അങ്ങനെ പെട്ടെന്നൊന്നും ചാവില്ലടാ സ്വാമിടാ, അതും പറഞ്ഞ് അവൻ നല്ല മാസമായിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. മച്ചാൻ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ്. എന്ത് മാസ്. എന്തായാലും ഇവരിങ്ങനെ നല്ല സ്പീഡിൽ വർക്ക് എടുക്കുന്നത് കൊണ്ട് തന്നെ വെള്ളവും ഭക്ഷണവും കുറച്ച് വേഗത്തിൽ തീരുന്നുണ്ട്. പക്ഷെ എല്ലാവരും ഹാപ്പിയാണ്. ഇവർ വിചാരിക്കുന്നത് പോലെ തന്നെ വർക്ക് നന്നായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായെങ്കിലും ഇവർ നല്ലോണം ഉത്സാഹിച്ചതുകൊണ്ട് ഏകദേശം ഫ്ലൈറ്റിന്റെ ആ ഒരു സ്ട്രക്ചർ അത് ഇവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. മാത്രമല്ല ഇവർ നല്ല ജോളിയായിട്ട് തന്നെ വല്ലാതെ ടെൻഷനും കാര്യങ്ങളും ഉള്ളിലേക്ക് കൊടുക്കാതെയാണ് ഇവർ ഈ വർക്കും കാര്യങ്ങളൊക്കെ എടുത്തു തീർക്കുന്നത്. അറ്റ് ലാസ്റ്റ് ഇവർ ആ ഒരു മിനിയേച്ചർ ഫ്ലൈറ്റ് മീൻസ് ആ ഒരു ചെറിയ ഫ്ലൈറ്റിന്റെ രൂപത്തെ ഇവർ ഉണ്ടാക്കിയെടുക്കുക തന്നെ ചെയ്തു കേട്ടോ. ആ സമയത്താണ് ഇവർക്കൊക്കെ ഈ ഒരു പകൽ സമയത്ത് വല്ലാത്ത കുളിര്, അതായത് ഒരു തണുപ്പ് വരുന്നതായിട്ട് ഫീൽ ആവുന്നു. മേലേക്ക് നോക്കുമ്പോൾ മേഘങ്ങളൊക്കെ ഇരുണ്ട് മൂടി വരികയാണ്. ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. കാരണം ഈ ചൂടത്ത് ഈ വെയിലത്ത് ഒരു മഴ പെയ്യാൻ വേണ്ടി പോവാണ്, വെള്ളം കിട്ടുമല്ലോ, ആ സന്തോഷം. എന്ന ഒരാളുടെ മുഖത്ത് മാത്രം സന്തോഷമില്ലായിരുന്നു, വല്ലാത്തൊരു പേടിയാണ് വന്നത്. ആരുടെ മുഖത്ത്? ക്യാപ്റ്റൻ ഫ്രാങ്കിന്റെ മുഖത്ത്. ഇവനിങ്ങനെ നോക്കുന്ന സമയത്ത് ഈ മേഘങ്ങൾ ഇരുണ്ട് മൂടി വരുമ്പോൾ ചെറിയ രീതിയിലുള്ള ഇടിമിന്നൽ വരുന്നതായിട്ട് കാണുകയാണ്. അതെങ്ങാനും നമ്മൾ ഉണ്ടാക്കിയ ഒരു ഫ്ലൈറ്റിന്റെ മേത്ത് വന്ന് വീഴുകയാണെങ്കിൽ പൊട്ടിച്ചിതറും. സാധാരണ ഫ്ലൈറ്റിന്റെ മുകളിലൊക്കെ ഇതുപോലെ ഇടിമിന്നൽ ഏറ്റാൽ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് ഇവരായിട്ട് ഇവിടെ വെച്ച് ഉണ്ടാക്കിയതാണ്. അതിനുള്ള സംവിധാനമൊന്നും ഇപ്പൊ ഇതിലില്ല. സോ അതിന്റെ മുകളിൽ എന്തോ ഒരു കമ്പി കണക്ട് ചെയ്തിട്ട് അതിൽ നിന്നും ഒരു ഇരുമ്പിന്റെ കമ്പി
കമ്പി നേരെ മണലിലേക്ക് കൊടുക്കണം, അതായത് എർത്ത് കൊടുക്കണം. എന്നാലേ ആ ഒരു ഇടിമിന്നലിൽ നിന്നും ഇവർക്ക് ഈ ഒരു ഫ്ലൈറ്റിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിയുള്ളൂ. വേഗം തന്നെ അതിനുള്ള ആ ഒരു കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതിന്റെ ആ ഒരു ഡിസൈനർ ആയിട്ടുള്ള എലിയോട്ട് ഉണ്ടല്ലോ, ഇവൻ അതിന്റെ ആ ഒരു ചെറുകിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡാ മണ്ട, നീ അല്ലടാ ഇതിന്റെ ഡിസൈനർ, എന്നിട്ട് ഇതുപോലൊരു കാര്യം ചെയ്യാൻ നീ മറന്നുപോയല്ലോ. കാരണം ഇടിമിന്നലിൽ നിന്നും സേഫ്റ്റി ആയിട്ട് അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി വെക്കുക എന്ന് വെച്ചാൽ അതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇതുപോലും അവൻ അറിയില്ലായിരുന്നു. ഈ കാര്യം അവൻ അറിയാത്തതിന് പിന്നിൽ ഒരു കാരണമുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഇച്ചിരി നേരം കഴിയുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാം. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ക്യാപ്റ്റൻ ഫ്രാങ്ക് നോക്കുമ്പോൾ ഇടിമിന്നൽ അതിനുള്ള ഒരു നല്ല സാധ്യതയും കാണുന്നുണ്ട്. എലിയോട്ടാണെങ്കിൽ ആ ഒരു ഫ്ലൈറ്റിന്റെ മുകൾ ഭാഗത്ത് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഓടി ചെല്ലുന്നുണ്ട്, ഇവനെ തട്ടി മാറ്റാണ്. സ്പോട്ടിൽ തന്നെ ഒരു ഇടിമിന്നൽ വന്നിട്ട് ആ ചിറകിന്റെ ഭാഗത്ത് പതിക്കുകയാണ് കേട്ടോ. ജസ്റ്റ് മിസ് എന്ന് പറയാം. അവിടെ തന്നെ ഈ എലിയോട്ട് നിൽക്കുകയാണെങ്കിൽ കത്തി കരിഞ്ഞു പോയേനെ. ജസ്റ്റ് സെക്കൻഡുകൾ കൊണ്ട് ക്യാപ്റ്റൻ ഫ്രാങ്ക് ആണ് ഇപ്പൊ അവന്റെ ഒരു ജീവൻ രക്ഷപ്പെടുത്തിയത്. മാത്രമല്ല ഫ്ലൈറ്റിൽ നിന്നും ഒരു ഇരുമ്പ് കമ്പി എർത്തായിട്ട് മണ്ണിലേക്ക് കൊടുത്തത് കൊണ്ട് തന്നെ ഫ്ലൈറ്റിന് വലിയ ഡാമേജ് വന്നില്ല. അതിവേഗത്തിൽ ഇങ്ങനൊരു കാര്യം ചെയ്തുകൊണ്ട് ഇവരുടെ ആ ഒരു കഷ്ടപ്പാട് അത് വെറുതെ ആയില്ല കേട്ടോ, വെള്ളത്തിലായില്ല. എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആ കൂട്ടത്തിൽ ഒരാളുണ്ടല്ലോ, ഇവരിപ്പോ ഉണ്ടാക്കി വെച്ച ആ ഒരു ചെറിയ ഫ്ലൈറ്റിന്റെ മുകളിൽ ഫീനിക്സ് എന്ന് എഴുതി വെക്കുന്നുണ്ട്. ഫീനിക്സ് എന്നാൽ തീയിൽ നിന്നും ഉയർന്നു പാറിയ പക്ഷി എന്നാണ്. അതുപോലെ തന്നെയല്ലേ തീയിൽ നിന്നും ഇന്നലെ രക്ഷപ്പെട്ട് വലിയ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ നിന്നും വന്ന ആ ഒരു ചെറിയ ഫ്ലൈറ്റ്, ശരിക്കും ഈ ഒരു ഫ്ലൈറ്റിന് ഇടാൻ പറ്റിയ പേര് തന്നെ ഫീനിക്സ്. അപ്പൊ ആ ഒരു പേര് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ക്യാപ്റ്റന്റെ കൂട്ടുകാരനുണ്ടല്ലോ, കൂട്ടുകാരനല്ല അസിസ്റ്റന്റ് ഏജെ വന്നിട്ട് പറയാണ്, ആരാണെന്ന് അറിയില്ല, ആരും ഒരാൾ നമ്മുടെ വെള്ളത്തിൽ നിന്നും കൂടുതലായിട്ട് കട്ട് കുടിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു അത് ആരാണ്? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. ഈ സമയത്ത് ഫ്ലൈറ്റിന്റെ ഉള്ളിൽ നിന്നും ഒരുത്തം പുറത്തേക്ക് വരികയാണ്. മറ്റാരുമല്ല, ഇതിന്റെ ഡിസൈനർ ആയിട്ടുള്ള എലിയോട്ട് വന്നിട്ട് പറയാണ്, അത് ഞാൻ തന്നെയാണ്. കാരണം നിങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ട് റെസ്റ്റ് എടുക്കുമ്പോൾ ഞാൻ റെസ്റ്റ് എടുക്കുന്നില്ല. രാത്രിയും പകലും ഒരുപോലെയാണ് ജോലി ചെയ്യുന്നത് ഇതിന്റെ കാര്യങ്ങൾ നോക്കിയിട്ട്. അപ്പൊ എനിക്ക് കൂടുതൽ വെള്ളം വേണമെന്ന് ഭയങ്കര അഹങ്കാരത്തിൽ പറഞ്ഞപ്പോൾ ക്യാപ്റ്റൻ ഫ്രാങ്കിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ഇമ്മാതിരി നാരിത്തരം പറഞ്ഞിട്ട് ഒരു ഉളുപ്പില്ലാതെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് തുടങ്ങുകയാണ്. ഇപ്പൊ പരമാവധി നമ്മുടെ കെല്ലി ഇവരെ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട്. ഇവന്മാരുടെ വഴക്ക് തീർത്തിട്ട് ഇത് ഫിനിഷ് ചെയ്തിട്ട് ഇവരിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവൾ ആകെ ഡെസ്പായിട്ട് മരുഭൂമിയിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ കേട്ടിട്ട് ഈ കെല്ലി ഉണ്ടല്ലോ, ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അവളാകെ ഞെട്ടിപ്പോവാണ്. എന്തായിരിക്കും കെല്ലി അവിടെ കണ്ടിട്ടുണ്ടാവുക? അത് അറിയുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യോ, നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓക്കെ. ഈ രണ്ട് കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കഥയിലേക്ക് തന്നെ തിരിച്ചു വരാം. അതായത് കെല്ലി കണ്ട കാര്യം എന്താ വെച്ചാല്, ഈ മരുഭൂമിയുടെ ഒരു ഭാഗത്തായിട്ട് കൂടാരം കെട്ടി താമസിക്കുന്ന കൊള്ളക്കാരെ കാണുകയാണ്. എക്സ്ട്രീംലി ഡേഞ്ചർ ആയിട്ടുള്ള കൊള്ളക്കാരെ. പിന്നീട് കെല്ലി വേഗം തന്നെ ഈ ഒരു കാര്യം പോയിട്ട് ക്യാപ്റ്റൻ ഫ്രാങ്ക് ബാക്കിയുള്ള എല്ലാവരോടും പറയാണ്, രാത്രി ആയപ്പോൾ ശബ്ദം ഉണ്ടാക്കാതെ ആ ഒരു മലഞ്ചെരിവിലൂടെ ഇവർ താഴേക്ക് നോക്കുമ്പോൾ ഇതുപോലെ ആ ഒരു മരുഭൂമിയിലെ കൊള്ളക്കാരെ ടെന്റ് അടിച്ച് അവർ നിൽക്കുകയാണ്. അപ്പോൾ ഇവരെങ്ങാനും ഇനി നമ്മുടെ ടീംസിനെ, അതായത് ക്യാപ്റ്റൻ ഫ്രാങ്കിനെയും അതുപോലെ തന്നെ കെല്ലി എല്ലാവരെയും കാണുകയാണെങ്കിൽ മിക്കവാറും ഇവരെല്ലാവരെയും കൊന്ന് ഇവരുടെ കയ്യിലുള്ള മുതലും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടാവും. എന്നാൽ ആ കൂട്ടത്തിലുള്ള ഏജ് ചോദിക്കുന്നത്, അല്ല നമ്മുടെ കയ്യിൽ കൊണ്ടുപോകാൻ മാത്രം എന്തായാലുള്ളത് ഒന്നുമില്ലല്ലോ, നമുക്കൊരു കാര്യം ചെയ്താലോ, അവരോട് പോയിട്ട് കുറച്ച് വെള്ളമോ അതുപോലെ തന്നെ എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങൾ ചോദിച്ചാലോ. എന്നാൽ ക്യാപ്റ്റൻ ഫ്രാങ്ക് ഒരിക്കലും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം അവർ ഈ മരുഭൂമിയിലെ കൊള്ളക്കാരാണ്. ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ മനസാക്ഷി കാണിക്കുന്ന ടീംസോ ആയിരിക്കില്ല. അപ്പൊ വെറുതെ ആപത്തിലേക്ക് ചെന്ന് ചാടണോ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും ഒന്ന് പോയി ചോദിച്ചു നോക്കാം. എന്തായാലും നമ്മളെ കൊന്നിട്ടും അവർക്ക് വലിയ കാര്യമൊന്നുമില്ലല്ലോ. എന്നാൽ ക്യാപ്റ്റൻ ഫ്രാങ്ക് ഇപ്പോ അതിനോട് വലിയ അനുകൂല മറുപടി ഒന്നും കൊടുക്കുന്നില്ല. ഇപ്പൊ ക്യാപ്റ്റന്റെ സഹായിയായിട്ടുള്ള ഏജ് പിന്നെ ആ ഒരു ബോസ് 2-3 ആൾക്കാരോട് ഈ ഒരു കൊള്ളക്കാരോട് സഹായം ചോദിക്കാൻ തന്നെ പോവാന്ന് തീരുമാനിച്ചു. എന്നാൽ ഒരു എക്സ്ട്രാ സേഫ്റ്റിക്കായിട്ട് ഇവർ കാണാതെ തന്നെ ക്യാപ്റ്റൻ ഫ്രാങ്ക് ഉണ്ടല്ലോ, അയാളുടെ കയ്യിൽ ഒരു ഗൺ ഉണ്ടായിരുന്നു. ഇതായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പാറയുടെ പിന്നിൽ മറിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഈ ക്യാപ്റ്റൻ ഫ്രാങ്കിന്റെ കൂടെ തന്നെ ആ ഒരു ജെയിംസ് ഉണ്ടല്ലോ, അവനും ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഈ അലക്സ് അതുപോലെ തന്നെ ഏജ് പിന്നെ വേറൊരാളും കൂടെ, അതായത് ആ ഒരു ബോസ്, 3 പേരും കൂടിയാണ് ഈ കള്ളന്മാരോട് ഹെൽപ്പ് ചോദിക്കാൻ ചെല്ലുന്നത്. എന്നൊരു പ്രത്യേക രീതിയിൽ വസ്ത്രമെല്ലാം ധരിച്ച് ഈ ആൾക്കാരെ കണ്ടാൽ അറിയാം സഹായിക്കാനൊന്നും പോകുന്നില്ല. ഇവരുന്ന് ഈ 3 പേരെയും കൊന്ന് അവരുടെ കയ്യിലുള്ള മുട്ടുസൂചി ആണെങ്കിൽ ആ ഒരു മുട്ടുസൂചി അടിച്ചു മാറ്റാനുള്ള ആ ഒരു എന്താ പറയാ ഭാവത്തിൽ നിൽക്കുന്ന ടീംസ് ആണ്. അതിനുള്ള എന്തോ ഒരു പദ്ധതി ഇവരുടെ കയ്യിലുണ്ട് എന്ന് തോന്നുന്നു. ഈ സമയത്താണ് കൊള്ളക്കാരിൽ ഒരാളുടെ കയ്യിലായിട്ട് അവിടെ ഒളിച്ചിരിക്കുന്ന ജെയിംസ് അവന്റെ വാച്ച് കാണുന്നത്. അതായത് ഓർമ്മയുണ്ടോ, ഒരു സമയത്ത് അവന്റെ കൂട്ടുകാരൻ ആദ്യം മരണപ്പെട്ടപ്പോൾ അങ്ങോട്ടേക്ക് ജെയിംസ് വേഗം ചെന്ന് നോക്കിയില്ലേ, ആ സമയത്ത് അവന്റെ കയ്യിൽ ആ ഒരു വാച്ച് ഉണ്ടായിരുന്നില്ലല്ലോ, ഏതോ കൊള്ളക്കാരി വന്ന് കൊണ്ടുപോയി എന്ന് പറയുന്നില്ലേ, ആ കൊള്ളക്കാരാണ് ഇതെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ ഒരു ഞെട്ടിൽ അതെന്റെ വാച്ചാണല്ലോ എന്ന് ജെയിംസ് പെട്ടെന്ന് പറഞ്ഞപ്പോൾ കൊള്ളക്കാര് ഈ ഒച്ച കേൾക്കാണ്. അതായത് ഇവരുടെ അടുത്തേക്ക് ഹെൽപ്പിനായിട്ട് വന്ന ഈ ടീംസും എന്തോ പ്ലാൻ ചെയ്താൽ വന്നേന്ന് കരുതിയിട്ട് ഈ ഒരു കൊള്ളക്കാര് ഒറ്റ അടിക്ക് തന്നെ തൊട്ട് മുന്നിലുണ്ടായിരുന്ന അലക്സിനെ ഷൂട്ട് ചെയ്യാണ്. എന്നാൽ അപ്പോഴേക്കും ക്യാപ്റ്റൻ ഫ്രാങ്ക് കയ്യിലുണ്ടായിരുന്ന ഗൺ ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന 3 എണ്ണത്തിനെ ഷൂട്ട് ചെയ്തിരുന്നുണ്ട്. ഒരാൾ മാത്രം എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഇവിടുന്ന് പോവാണ്. വേഗം തന്നെ ഇവർ നമ്മുടെ അലക്സിനെ ഇവരുടെ ആ ഒരു വിമാനം കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നെങ്കിലും ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ കൊടുത്തെങ്കിലും ഇവന്റെ ദേഹത്ത് നിന്ന് ഒരുപാട് രക്തം പോയി. ഒരുപാട് വേദന സഹിച്ചുകൊണ്ട് അലക്സ് അവിടെ വെച്ച് മരണപ്പെടുകയാണ്. ഇത് ഇവർക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. എല്ലാവരും ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയാണ്. അതായത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു, ആ ഒരു കൊള്ളക്കാരുടെ അടുത്തേക്ക് പോകാൻ പാടില്ലായിരുന്നു. ഇനിയിപ്പോ ജെയിംസിന്റെ ഭാഗത്തുനിന്ന് അബദ്ധം വന്ന അതിരിക്കട്ടെ, ഇനിയിപ്പോ അങ്ങനെ വന്നിട്ടില്ലെങ്കിലും അവന്മാരെന്തായാലും നമ്മുടെ ടീംസിനെ തീർത്തു കളയും. എന്തായാലും ഭാഗ്യത്തിന് ഇപ്പൊ ഒരാളല്ലേ മരണപ്പെട്ടിട്ടുള്ളൂ. ഇതേ സമയത്തിന് ഇവർക്കൊക്കെ നന്നായിട്ട് വിശക്കുന്നുണ്ട്. സോ ആ ഒരു കൊള്ളക്കാരുടെ ക്യാമ്പിലേക്ക് ഒന്ന് പോയി നോക്കിയാൽ
എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കെല്ലിയും ഒരു 2-3 പേരും അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ പ്രത്യേകിച്ചൊന്നും അവിടുന്ന് കിട്ടിയില്ല. തിരിച്ചു പോരാൻ നേരത്ത് അവിടെ ചത്ത് എന്ന് കരുതിയ ഒരു കൊള്ളക്കാരൻ ഇവരുടെ കാലിൽ കയറി പിടിക്കുകയാണ്. നോക്കുമ്പോൾ ഒരാൾക്ക് ജീവനുണ്ടായിരുന്നു. വേഗം തന്നെ ഇവരുടെ സ്ഥലത്തേക്ക് ഈ ഒരു കൊള്ളക്കാരനെ കൊണ്ടുവരുന്നുണ്ട്. ഇയാൾക്ക് എഴുന്നേറ്റ് നിൽക്കാനൊന്നും കഴിയുന്നില്ല. ഭയങ്കരമായിട്ട് വേദനയോട് ഇയാൾ അങ്ങനെ കിടക്കുകയാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് എല്ലാവരും ഭയങ്കര ആശയക്കുഴപ്പത്തിലാണ്. ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്ന മറ്റേ എലിയോട്ട് ഉണ്ടല്ലോ, ഇയാൾ പറയാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തിനെ കൊന്ന് ഇവനേക്ക് എന്തിനാ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്, വെടിവെച്ച് കൊല്ലണം എന്ന് പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് എലിയോട്ട് ഒരൊറ്റ പൊട്ടിക്കലാണ്. സ്പോട്ടിൽ തന്നെ ഇയാളെ കൊന്നുകളഞ്ഞു. പക്ഷെ ഈ ഒരു കാര്യം നമ്മുടെ ക്യാപ്റ്റൻ ഫ്രാങ്കിന് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്തിനാ അവനെ കൊന്നത്, എന്ത് തെമ്മാടിത്തരാ നീ കാണിച്ചെന്ന് പറഞ്ഞിട്ട് ഈ എലിയോട്ടിനെ ചോദിച്ചപ്പോ പിന്നല്ലാതെ ഞങ്ങളുടെ ടീമില്, അതായത് നമ്മുടെ ടീമിൽ ഒരുത്തിനെ കൊന്നവന് നമ്മളിട്ട് പാലൂട്ടി വളർത്തണമെന്നോ, നീ എന്തൊക്കെയാ പറയുന്നത്, ഞാൻ കൊല്ലും, ഇനിയും കൊല്ലും എന്ന് പറയണം. അതുപോലെ ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പൊ തീരുമാനിക്കുന്നത് നീയല്ല, ഈ ഒരു ഫ്ലൈറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ പ്ലാനും ഉണ്ടാക്കിയത് ഞാനാണ്, അപ്പൊ ഞാൻ പറയുന്ന പോലെ കേട്ടാൽ മതി എന്ന് പറഞ്ഞപ്പോ ക്യാപ്റ്റൻ ഫ്രാങ്കിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ഒന്നും നോക്കിയില്ല, ഒരൊറ്റ ഇടി കൊടുക്കാണ് ഈ എലിയോട്ടിന്റെ മുഖത്തിനിട്ട്. മാത്രമല്ല ശരിക്കും ഇവനോട് ഇപ്പം മുതൽ വല്ലാത്തൊരു ദേഷ്യം തോന്നി തുടങ്ങുന്നുണ്ട് കേട്ടോ. അതായത് വല്ലാത്തൊരു ക്യാരക്ടറാണ് ഈ എലിയോട്ടിൻ്റെത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ ആ ഒരു ക്യാരക്ടർ തന്നെ. എന്തായാലും മടിയും കൊണ്ട് എഴുന്നേറ്റ് നിന്ന് എലിയോട്ട് പറയാണ്, ഇനി ഒരു നിമിഷം പോലും ഇവിടെയുള്ള ഒരു പരിപാടിക്ക് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല, എന്റെ ഹെൽപ്പ് ഇല്ലാതെ നിങ്ങൾ ഇത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും എന്ന് എനിക്കൊന്ന് കാണണല്ലോ. ഇതും പറഞ്ഞുകൊണ്ട് ഈ എലിയോട്ട് ഫ്ലൈറ്റിന്റെ ഉള്ളിലേക്ക് പോയി അങ്ങ് ഇരിക്കുകയാണ്. സംഗതി എലിയോട്ട് ഒരു ചെറ്റയാണെങ്കിലും ഇയാൾ പറഞ്ഞത് കാര്യമായിരുന്നു. ഇയാളുടെ ഹെൽപ്പ് ഇല്ലാതെ ഇവർക്ക് ഇനി കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അതായത് ആ ഒരു ഫ്ലൈറ്റ് ഇവർക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇത് മനസ്സിലാക്കിയ നമ്മുടെ കെല്ലിയും വേറെ 2 പേരും കൂടിയിട്ട് ഇപ്പൊ പതിയെ എലിയോട്ടിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ചുമ്മാ എന്തിനൊരു പ്രശ്നം, നമുക്ക് എങ്ങനെയെങ്കിലും എല്ലാവർക്കും കൂടി ഇവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ, ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്യടോ. ഇപ്പൊ എലിയോട്ട് പറയാണ് ഹെൽപ്പ് എല്ലാം ചെയ്യാം, പക്ഷെ അവൻ എന്നോട് വന്ന് മാപ്പ് പറയണമെങ്കിൽ മാത്രം. അതുപോലെ തന്നെ ഇനിയുള്ള കാര്യങ്ങൾ ഞാനായിരിക്കും നിയന്ത്രിക്കാൻ പോകുന്നത്. എന്തായാലും ഇതേ സമയത്ത് ക്യാപ്റ്റൻ ഫ്രാങ്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എലിയോട്ടിന് ക്ഷമയും ചോദിക്കുകയാണ്. ഓക്കെ, അറിയാതെ പറ്റിപ്പോയതാണ്, നീ തന്നെ കാര്യങ്ങൾ നോക്കിക്കോ എന്ന് പറയണം. ഇപ്പൊ എലിയോട്ട് ഒന്ന് ചിരിക്കുന്നുണ്ട്. എന്തായാലും പിന്നീട് പഴയതുപോലെ തന്നെ ആവുകയാണ്. എല്ലാവരും ബാക്ക് ടു നോർമൽ വർക്കിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ അവസാനം കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് ഇവർ അതിന്റെ ഓരോ വർക്കുകൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ക്യാപ്റ്റൻ ഫ്രാങ്ക് ആണെങ്കിൽ ചുറ്റും എല്ലാ ഭാഗവും നന്നായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. കാരണം നേരത്തെ അല്ല, ഇന്നലെ രാത്രി ആ ഒരു കൊള്ളക്കാരെ ആക്രമിച്ചല്ലോ, അതിൽ നിന്നും ഒരുത്തൻ മാത്രം രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അവൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവന്റെ ടീമുമായിട്ട് തീർച്ചയായിട്ടും വരും. എന്തായാലും ഇതിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 ആൾക്കാർ കുറച്ച് അകലെയായിട്ട് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ക്യാപ്റ്റൻ ഫ്രാങ്കിന് കാണാൻ പറ്റി. അതായത് ഈ കൊള്ളക്കാർ തന്നെയാണ്. അവർ നല്ലൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നാൽ ഇതുപോലെ കൊള്ളക്കാർ ഇവരെ ചുറ്റും വളഞ്ഞിരിക്കുകയാണ് എന്നുള്ള കാര്യം ക്യാപ്റ്റൻ ഫ്രാങ്ക് ആരോടും പറഞ്ഞില്ല. കാരണം എല്ലാവരും പാനിക്കാവും. പിന്നെ പേടി വന്നു കഴിഞ്ഞാൽ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയൊന്നും അതിൻ്റെതായ ആ ഒരു രീതിയിൽ ഇവർക്ക് ചെയ്യാൻ കഴിയില്ല. സോ ക്യാപ്റ്റൻ ഫ്രാങ്ക് ഇവരുടെ ചുറ്റും കൊള്ളക്കാരുണ്ട് എന്നുള്ള ആ ഒരു കാര്യം മറച്ചു വെക്കാണ്. ഇതേ സമയത്ത് തന്നെ എലിയോട്ടിന്റെ ആ ഒരു മേൽനോട്ടത്തിലെ ആ ഒരു ഫ്ലൈറ്റിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അതെന്തായാലും അവർ ഉണ്ടാക്കി കഴിഞ്ഞു എന്ന് കരുതി അതിന്റെ ഉള്ളിൽ കയറി യാത്ര ചെയ്യാൻ പറ്റുന്ന അത്ര വലിയൊരു ഫ്ലൈറ്റ് ഒന്നുമല്ല, ഒരു ചെറിയൊരു ഫ്ലൈറ്റ്. പക്ഷെ ഇത് പറക്കുമോ എന്ന് പോലും ഉറപ്പില്ല കേട്ടോ. സെക്കൻഡ് ഹാൻഡ് എഞ്ചിൻ വെച്ച് അതുപോലെ തന്നെ വിമാനത്തിന്റെ ഓരോ പാർട്സ് വെച്ച് ഇവർ താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഈ ഒരു ഫ്ലൈറ്റ്. എന്തായാലും വർക്കെല്ലാം കഴിഞ്ഞു, ഇനി പറന്നാൽ മതി. സോ അതിന്റെ ആ ഒരു മാപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു എലിയോട്ടിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഇയാളുടെ ബാഗ് ചുമ്മാ ഒന്ന് ക്യാപ്റ്റൻ ഫ്രാങ്ക് നോക്കിയപ്പോൾ അതിന്റെ ഉള്ളിൽ നിന്നും ഒരു ബുക്ക് കിട്ടുന്നുണ്ട്. ചുമ്മാ ഒരു ബുക്ക് തുറന്നു നോക്കിയപ്പോൾ ടോയ് ഫ്ലൈറ്റുകൾ ഉണ്ടല്ലോ, ഇതെല്ലാം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു എന്താ പറയുക ഇൻസ്ട്രക്ഷൻ മാനുവൽ ആയിട്ടുള്ള ഒരു ബുക്ക്. ഇത് കണ്ടപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ ഫ്രാങ്കിന് എന്റെ ഒരു സംശയം തോന്നുന്നതാണ്. നീ സത്യം പറ, യഥാർത്ഥത്തിലുള്ള ശരിക്കുള്ള ഫ്ലൈറ്റിന്റെ ഡിസൈനർ ആണോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ടോയ്സിന്റെ ഡിസൈനർ ആണോ? ഇപ്പോ ഈ ക്യാപ്റ്റൻ എന്നൊക്കെ ചോദിച്ചപ്പോൾ എലിയോട്ട് ചെറുതായിട്ടൊന്ന് പരിയും കളിക്കണം. അങ്ങനെ അവസാനം അവനത് പറയാണ്, അതായത് വലിയ ഫ്ലൈറ്റ് ഒന്നുമല്ല, ഇതുപോലെയുള്ള ടോയ് ആയിട്ടുള്ള ഫ്ലൈറ്റിന്റെ ഒരു ഡിസൈനറാണ് ഞാൻ എന്ന് കരുതി ചെറിയ വെറുതെ ഉരുട്ടിക്കളിക്കുന്ന ആ സൈസ് ഫ്ലൈറ്റ് അല്ല, അത്യാവശ്യം വലുപ്പമുള്ള ടോയ് ആയിട്ടുള്ള ഫ്ലൈറ്റ്, അത് ഡിസൈൻ ചെയ്യുന്ന ആളാണ് എന്ന് ഇത് കേട്ടപ്പോൾ എല്ലാവരുടെയും ആ ഒരു കോൺഫിഡൻസ് പോവാണ്. അതായത് ഒരു കളിപ്പാട്ടത്തെയാണോ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, ഇതുകൊണ്ടാണോ നമ്മൾ ഇവിടുന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പോകുന്നത്? എല്ലാവർക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. പ്രത്യേകിച്ചും ഈ ക്യാപ്റ്റൻ ഫ്രാങ്കിന്. എല്ലാവരും അവനോട് ഇങ്ങനെ ചോദിക്കുകയാണ്, എന്തിനാടാ ഞങ്ങൾ ഇങ്ങനെ പറ്റിച്ചത്, ഞങ്ങൾക്ക് പ്രതീക്ഷ വന്നത്? ഇതിനിടയിൽ ആ ഒരു ബോസ് ഉണ്ടല്ലോ, ഇയാൾ കയ്യാങ്കളി വരെ കളിക്കുന്നുണ്ട്. അതായത് എലിയോട്ടിനിട്ട് ചവിട്ടും കുത്തൊക്കെ ചെയ്യണം. അവസാനം ഗണ്ണെടുത്ത് എലിയോട്ടിനെ കൊല്ലാൻ നോക്കുമ്പോൾ ക്യാപ്റ്റൻ ഫ്രാങ്ക് ആണ് അത് വന്ന് തടുക്കുന്നത്. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ചെറിയ രീതിയിലുള്ള പൊട്ടിക്കാറ്റടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇവരെല്ലാവരും നോക്കുമ്പോൾ ഈ എലിയോട്ടിന്റെ മേൽനോട്ടത്തിൽ ഉണ്ടാക്കി വെച്ച ഒരു ഫ്ലൈറ്റ് ഉണ്ടല്ലോ, അത് പതിയെ കിടന്ന് ഇങ്ങനെ ഇളകാണ്. വാ എന്റെ മേത്ത് കയറ്, ബാക്കിയുള്ള ഞാൻ നോക്കിക്കോളാം എന്നുള്ള ഭാഗത്തില്. പക്ഷെ അധിക നേരം കഴിഞ്ഞില്ല, കാറ്റ് കുറച്ചധികം ശക്തമാകാണ്. കുറച്ചധികം പൊടി തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇവർ പരമാവധി പൊടിയൊന്നും മേത്ത് തട്ടാത്ത രീതിയിൽ ഹൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. എന്നാൽ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവരുണ്ടാക്കി വെച്ച ആ ഒരു ചെറിയ ഫ്ലൈറ്റ് ഉണ്ടല്ലോ, അത് മണലിൽ താന്നു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എലിയോട്ട് ഈ ഫ്ലൈറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇടിമിന്നലിനെ പ്രതിരോധിക്കാനുള്ള ആ ഒരു സാധനം ഉണ്ടാക്കാൻ മറന്നുപോയെന്ന്. കാരണം ഈ ടോയ്കളിലൊന്നും ഇതുപോലുള്ള സംവിധാനം ഒന്നും ഉണ്ടാവില്ല. ശരിക്കുള്ള ഫ്ലൈറ്റ് ഡിസൈനിൽ ഡിസൈനർമാർ ഇങ്ങനത്തെ കാര്യം ഒരിക്കലും മിസ് ചെയ്യില്ല. ബട്ട് നമ്മുടെ ഈ എലിയോട്ട് ശരിക്കുള്ള ഒരു ഡിസൈനർ അല്ലല്ലോ, ഒരു ടോയുടെ ഡിസൈനർ അല്ലേ. ഉള്ളത് പറയുകയാണെങ്കിൽ ഈ സാധനം പറക്കോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പും പറയാൻ പറ്റില്ല. ഒരു 10% ചിലപ്പോൾ ഒരു ടോയ് പറക്കുന്ന പോലെ പറന്നു പോയേക്കും. എന്നാൽ ഇത്രയും ആൾക്കാർ എടുത്തുകൊണ്ട് ഇത് പറക്കുവോ അറിയില്ല കേട്ടോ. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് മരണം മുന്നിൽ കാണുന്ന രീതിയിൽ എല്ലാവരും അവിടെ ഇരിക്കുമ്പോൾ തളരാത്ത നമ്മുടെ ക്യാപ്റ്റൻ ഫ്രാങ്ക് ഉണ്ടല്ലോ, എല്ലാവരുടെയും മുന്നിൽ എഴുന്നേറ്റ് ഒന്ന് സംസാരിക്കുകയാണ്. ഇത്രയും നാൾ നമ്മൾ ഉള്ള ഊർജ്ജം മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട്
കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കി. നിങ്ങളൊക്കെ ആലോചിച്ച് നോക്ക്. ഇവിടെ നമ്മളിങ്ങനെ ഇരുന്നുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ ഫാമിലി കാത്തിരിക്കുന്നില്ലേ, അവരുടെ അടുത്തേക്ക് നമുക്ക് വീണ്ടും പോകണ്ടേ. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാവരുടെ ഉള്ളിലേക്ക് വീണ്ടും ഒരു തീയിട്ട് കൊടുക്കാണ്, പ്രതീക്ഷകൾ കൊടുക്കാണ്. ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ, പഴയതുപോലെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇനിയും രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ക്യാപ്റ്റൻ ഫ്രാങ്ക് ഇങ്ങനെ നല്ല രീതിയിൽ ഇവർക്കൊക്കെ ആവേശം കൊടുത്തത് കൊണ്ട് തന്നെ ഇവരെല്ലാവരും കൂടെ വലിയ കയറുകൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് വലിക്കുകയാണ്. അവസാനം മണലിനടിയിൽ നിന്നും ഈ ഒരു ഫ്ലൈറ്റിനെ ഇവർക്ക് പുറത്തേക്ക് എടുക്കാൻ സാധിച്ചു. മാത്രമല്ല ഇനി ഇത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പഴയ എഞ്ചിനൊക്കെ അല്ലേ, ഈ ബുള്ളറ്റ് കൊണ്ട് എന്തൊക്കെയോ ഒരു തരികിട പരിപാടികൾ കാണിക്കണം. സോ അതിലുള്ള ആ ഒരു പരിപാടികൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1 2 3 ട്രൈ ചെയ്തു. ഇതിങ്ങനെ ട്രൈ ചെയ്യുമ്പോഴും ഈ ഫയർ ആകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ബട്ട് പ്രോപ്പറായിട്ട് എഞ്ചിൻ വർക്ക് ആവുന്നൊന്നുമില്ല. എന്നാൽ ഈ ഒരു ശബ്ദം ഇവരുടെ ചുറ്റും ഇവരെ ആക്രമിക്കാനായിട്ട് സമയം നോക്കി നിൽക്കുന്ന കൊള്ളക്കാർ കേൾക്കുന്നുണ്ടായിരുന്നു. അവർക്ക് മനസ്സിലായി ഇവർ ആ ഒരു ഫ്ലൈറ്റ് ഉണ്ടാക്കി ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള പ്ലാനിലാണ്. സോ വേഗം തന്നെ ഈ കൊള്ളക്കാർ ഇവരെ ആക്രമിക്കാനായിട്ട് വരികയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ക്യാപ്റ്റൻ ഫ്രാങ്ക് ആണെങ്കിൽ ആ ഒരു എഞ്ചിനിൽ ഇത് ട്രൈ ചെയ്തു. ഒരിക്കലും അത് തീയും പിടിക്കുന്നുണ്ട്. ഇനി അവസാനം ഒരു ബുള്ളറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോഴേക്കും ആ ഒരു കൊള്ളക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം ആ ഒരു ബുള്ളറ്റ് ട്രൈ ചെയ്ത സമയത്ത് എഞ്ചിൻ വർക്ക് ആവുകയാണ്. മുന്നത്തെ ആ ഒരു പ്രൊപ്പലർ അത് കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും വേഗം തന്നെ ഈ ഒരു ഫ്ലൈറ്റിന്റെ മുകളിലേക്ക് ചാടി കയറിയിരിക്കുകയാണ്. ഉള്ളിലേക്ക് കയറിയിരിക്കാനൊന്നും പറ്റില്ല, അത്ര വലുപ്പമൊന്നും ഇല്ല കേട്ടോ ഇതിന്. പിന്നീട് ആ ഒരു കൊള്ളക്കാർ ഏകദേശം അടുത്തെത്താനായി എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ പയ്യെ ഒരു റൺവേയിലൂടെ എങ്ങനെയാണ് ഒരു ഫ്ലൈറ്റ് പോവുക അതുപോലെ ഈ ഒരു ഫ്ലൈറ്റ് മുന്നോട്ടേക്ക് പോകാൻ തുടങ്ങി. എന്നാൽ പിന്നാലെ തന്നെ കുതിരകളുമായിട്ട് ആ ഒരു കൊള്ളക്കാരും വരുന്നുണ്ട്. അവരുടെ കയ്യിൽ കിട്ടിയ വെട്ടി നുറുക്കിയിടും ഇവരെല്ലാവരെയും. എന്തായാലും ഒരു റൺവേയിലൂടെ എങ്ങനെയാണോ ഒരു ഫ്ലൈറ്റ് മുന്നോട്ടേക്ക് പോവുക അതുപോലെ തന്നെ ഈ ഒരു വിമാനം മുന്നോട്ടേക്ക് അങ്ങനെ പോവുകയാണ് കേട്ടോ. ഇതേ സമയത്ത് കൊള്ളക്കാർ ഷൂട്ട് ചെയ്യാതിരിക്കോ, അവർ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ഇവർക്ക് ഈ ഒരു ഫ്ലൈറ്റിനെ നിയന്ത്രിക്കാനായിട്ട് ഒരു തുണി പോലെ എന്തൊക്കെയോ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതിനെ നിയന്ത്രിക്കുന്നത് അതിലൊരു ചരട് കെട്ടി അതൊരു എന്താ പറയാ ഒരു ഇരുമ്പിന്റെ കഷ്ണത്തിൽ കെട്ടിയിട്ടൊക്കെയാണ്. അതിനിപ്പോ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ എലിയോട്ടാണ് കേട്ടോ. പക്ഷെ അതിലേക്ക് ഫയർ ചെയ്ത സമയത്ത് ആ ഒരു കുളത്ത് വിട്ടുപോവാണ്. അതായത് ഈ ഒരു ഫ്ലൈറ്റിനെ ഇനി ഇവർക്ക് എന്താ പറയാ വലത്തോട്ട് ഇടത്തോട്ട് ശരിക്കാൻ പറ്റില്ല. കാരണം അതിന്റെ ആ ഒരു ചരടാണ് ഇപ്പൊ പൊട്ടിയിരിക്കുന്നത്. എലിയോട്ട് പറയണത് നിങ്ങൾ ആരും പേടിക്കണ്ട, ഞാനത് ശരിയാക്കാന്ന് പറഞ്ഞിട്ട് അത്രയും റിസ്ക് എടുത്തുകൊണ്ട് ഈ വേഗത്തിൽ പോകുന്ന ഫ്ലൈറ്റിന്റെ ആ ഒരു ബോഡിയിലൂടെ പോയിട്ട് എലിയോട്ട് അത് നേരാക്കിയിട്ട് പഴയതുപോലെ തന്നെ വന്നിരിക്കുകയാണ് കേട്ടോ. ശരിക്കും ഈ കഥയിലെ റിയൽ ഹീറോ എന്ന് പറഞ്ഞാൽ എലിയോട്ട് തന്നെയാണ്. കാരണം ഇതുപോലൊരു ഫ്ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അവസാനം അപകടം പിടിച്ചൊരു കാര്യം ഈ എലിയോട്ട് ചെയ്തു. സോ ഹീറോ എന്ന് പറയാൻ പറ്റില്ല, രണ്ടുപേരും ഒരുപോലെ തന്നെയാണ്, ക്യാപ്റ്റൻ ഫ്രാങ്കും അതുപോലെ തന്നെ എലിയോട്ടും. അങ്ങനെ ഇവരുടെ ആ ഒരു ഫ്ലൈറ്റ് പോയി അവസാനം ഒരു കൊക്ക പോലൊരു സ്ഥലം കാണുന്നുണ്ട്. ഇതിലേക്ക് അങ്ങനെ വീണിട്ട് പിന്നെ പറഞ്ഞിട്ടില്ലെങ്കിൽ തീർന്ന കാര്യം, പൊട്ടിച്ചെതിറി എല്ലാം തീരും. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. രക്ഷപ്പെടാനുള്ള സാധ്യത 50-50 മാത്രമാണ്. പക്ഷെ പിന്നാലെ കൊള്ളക്കാരുണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെ നിർത്തിയോണ്ട് കാര്യമില്ല. രണ്ടും കൽപ്പിച്ച് ഇവരാ ഒരു കൊക്കയിലേക്ക് ഈ ഫ്ലൈറ്റിനെ അങ്ങ് ഇറക്കുകയാണ് കേട്ടോ. ഇപ്പൊ ആ ഒരു കൊള്ളക്കാർക്ക് എന്തായാലും ഈ ഒരു കൊക്കയിലേക്ക് ഇറങ്ങാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അവരതിന്റെ വക്കത്തിരുന്ന് ഇവരിങ്ങനെ നോക്കുകയാണ് കേട്ടോ. എന്നാൽ ഇതേ സമയത്തിന് കുറച്ച് അപ്പുറത്തായിട്ട് സൂം ഔട്ട് ആയിട്ട് നമ്മുടെ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. അതായത് കൊക്കയിലേക്ക് പോയ നമ്മുടെ ടീംസിന്റെ ഒരു ഫ്ലൈറ്റ് ഉണ്ടല്ലോ, അത് എയറിലൂടെ പറക്കുകയാണ്. എന്നാൽ ഒരുപാട് ഹൈറ്റിലൂടെ ഒന്നല്ല, ചെറിയ ഹൈറ്റിൽ ഇതിങ്ങനെ പറന്നു പോകുന്നുണ്ട്. അത്ര പറന്നാൽ മതി, കാരണം ആൾക്കാരില്ല. പുറംനാട്ടിൽ എവിടെയെങ്കിലും എത്തിക്കിട്ടിയാൽ മതി ഇവർക്ക് രക്ഷപ്പെടാനായിട്ട്. അതായത് എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കുക, അത് മാത്രമാണല്ലോ ഇവരുടെ ഉദ്ദേശം. എന്തായാലും ആ ഒരു മരുഭൂമിയിൽ കിടന്ന് ചാവാതെ ഈ കൊള്ളക്കാരുടെ കയ്യിൽപ്പെട്ട് നരകിക്കാതെ എന്തായാലും ഇവർക്ക് വേഗം ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റിയ കേട്ടോ. അങ്ങനെ അവസാനം ഒരു ചെറിയ ടൗണിലേക്ക് ഇവർ പറന്നു പോകുന്നത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. എങ്ങനെ ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. വെറും ഒരു സർവൈവൽ മൂവി അല്ല, കുറച്ചുകൂടെ ത്രില്ലിംഗ് ആയിട്ടുള്ള അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു സർവൈവൽ മൂവി തന്നെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ പറയാം. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും കാണട്ടെ ഇതുപോലുള്ള അഡ്വഞ്ചർ ആയിട്ടുള്ള കഥകൾ. സോ ഇതിനേക്കാൾ നല്ലൊരു കഥയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.